The sermon, The Deep Calleth to the Deep, was delivered on 24th June 1954 at the Constitution Hall, Washington, D.C. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തിരുവചന പ്രകാരം ഈ കാലത്തിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനും കർത്താവിന്റെ ഇളയദാസനുമായ സഹോദരൻ വില്യം മറിയൻ ബ്രൺഹാം 1954 ആണ്ട് ജൂൺ മാസം 24 തീയതി അമേരിക്കയിലുള്ള വാഷിംഗ്ടൺ DC-യിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ച് ചെയ്ത ദി ഡീപ് കോളത്ത് ടു ദ ഡീപ്, അതായത് ആഴിയെ വിളിക്കുന്നു എന്ന സന്ദേശം മലയാള പരിഭാഷയോട് കൂടിയത് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രണ്ട് പരിശുദ്ധാത്മാക്കൾ ഉണ്ടായിരിക്കുന്നില്ല. That same Holy led Simeon that night or that morning, Christ has led you here tonight. Because you believe the promise of the Holy Spirit. ശിമയോനെ അന്ന് രാത്രിയിൽ അല്ലെങ്കിൽ അന്ന് രാവിലെ സമയം നയിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഇവിടേക്ക് നയിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തെ വിശ്വസിക്കുന്നു. And he's just as obligated to you as he was to Simeon. The same, because he's God and he has to keep his word. അവൻ ശിമയോനോട് കടപ്പെട്ടിരുന്നത്രയും തന്നെ നിങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു. കാരണം അവൻ ദൈവമാകുന്നു, അവന് തന്റെ വാക്കുകളെ പാലിക്കേണ്ടിയിരിക്കുന്നു. Then I can see Simeon. He craved, he desired to see the Christ. അതിനുശേഷം എനിക്ക് കാണാൻ കഴിയും, ശിമയോൻ ക്രിസ്തുവിനെ കാണുന്നതിന് വേണ്ടി അതിയായി ആഗ്രഹിച്ചിരുന്നു, അവൻ അതിയായി അഭിലേഷിച്ചിരുന്നു. He believed what the Word of God had said to him. ദൈവത്തിന്റെ വചനം അവനോട് പറഞ്ഞ കാര്യങ്ങളെ അവൻ വിശ്വസിച്ചിരുന്നു. No matter what the critics said, he believed the Word of God. വിമർശകർ എന്ത് തന്നെ പറഞ്ഞാലും അതൊരു കാര്യമായിരുന്നില്ല, അവൻ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചിരുന്നു. There was a yearning in his heart to see the Christ, and he believed he would. ക്രിസ്തുവിനെ കാണുന്നതിന് വേണ്ടി അവൻ അതിയായി അഭിലേഷിച്ചിരുന്നു, കൂടാതെ അവൻ അവനെ കാണുമെന്ന് വിശ്വസിച്ചുമിരുന്നു. As David said, when the deep calleth to the deep. അത് ആഴിയെ വിളിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞതുപോലെയാണ്. Many of you in here believe in divine healing. Do you? ദൈവിക രോഗശാന്തിയിൽ നിങ്ങളിൽ അധികം പേരും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലേ? You believe in divine healing. നിങ്ങൾ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ? The very reason that you believe in divine healing proves there is a divine healing. ദൈവിക രോഗശാന്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള അതേ കാര്യം തന്നെ ഒരു ദൈവിക രോഗശാന്തി ഉണ്ടെന്നുള്ള കാര്യത്തെ തെളിയിക്കുന്നു. When we come to America, we found the American Indian. നാം അമേരിക്കയിലേക്ക് വന്നപ്പോൾ നാം ഇന്ത്യക്കാരായ അമേരിക്കക്കാരെ കണ്ടിരുന്നു. He was worshiping something of the sun, the moon, and nature. അവർ സൂര്യനെയോ ചന്ദ്രനെയോ പ്രകൃതിയെയോ അങ്ങനെയുള്ള എന്തിനെയോ ഒന്നിനെ ആരാധിച്ചിരുന്നു. Because in him he's a human being, and he knows he had a maker, so there was something within his human heart called out to worship. കാരണം അവനൊരു മനുഷ്യനായിരിക്കെ അവനെ ഉണ്ടാക്കിയ ഒരുവനുണ്ടെന്ന് അവന്റെ ഉള്ളിൽ അറിഞ്ഞിരുന്നു. അതിനാൽ അവന്റെ മനുഷ്യ ഹൃദയത്തിൽ എന്തോ ഒന്ന് അവനെ ആരാധനയ്ക്കായിട്ട് വിളിച്ചിരുന്നു. It is to every mortal. ഇതെല്ലാ മനുഷ്യരിലുമുള്ളതാണ്. You might worship the automobile, your job, your house, or something. You worship something. നിങ്ങൾ നിങ്ങളുടെ വാഹനത്തെ ആരാധിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ ജോലിയെയോ നിങ്ങളുടെ വീടിനെയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും ആരാധിക്കും. So if there's any idol, take it out and let Jesus Christ have first place. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഗ്രഹമുണ്ടെങ്കിൽ അതെടുത്തു കളഞ്ഞിട്ട് യേശു ക്രിസ്തുവിന് ആദ്യത്തെ സ്ഥാനം കൊടുക്കുക. Let him be first of all. അവൻ എല്ലാ കാര്യത്തിലും പ്രഥമനായിരിക്കട്ടെ. Then the hunger deep, as David said, when the deep calleth to the deep, at the noise of thy water spout. അപ്പോൾ വിശപ്പ് ആഴത്തിലേക്കായിട്ട് ദാവീദ് പറഞ്ഞതുപോലെ നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. Now, the deep calling to the deep. ഇപ്പോൾ ആഴിയെ വിളിക്കുന്നു. For instance, if there is a deep in your calling, there has to be a deep to respond to that call. ഇതിനൊരു ഉദാഹരണമായിട്ട് ഇവിടെ രാജമുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കുന്നതിനായി അവിടെ ഒരു വിളി ഉണ്ടായിരിക്കണം. Maybe I'll make myself clear as this. ഞാൻ അതിനെ ഇപ്രകാരം ഒന്നുകൂടി വ്യക്തമാക്കട്ടെ. I'm a great lover of nature. ഞാൻ പ്രകൃതിയുടെ ഒരു വലിയ പ്രേമിയാണ്. And going into the woods, I watch the sunset. കാടുകളിലേക്ക് പോകുമ്പോൾ ഞാൻ സൂര്യാസ്തമയത്തെ നിരീക്ഷിക്കാറുണ്ട്. I hear the animals scream of the wild. കാട്ടുമൃഗങ്ങളുടെ കരച്ചിൽ ഞാൻ കേൾക്കാറുണ്ട്. My mother's a half Indian. എന്റെ അമ്മ പാതി ഇന്ത്യക്കാരിയാണ്. So there's something about it in my blood that I love nature. അതിനാൽ എന്റെ രക്തത്തിൽ എന്തോ ഒന്ന് ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്നതിലുണ്ട്. And when I hear the call from the wild, it's something that sets my soul afire. I can't help it. കാടുകളിൽ നിന്നുള്ള ഉഗ്രമായ വിളി കേൾക്കുമ്പോൾ എന്തോ ഒന്ന് എന്റെ പ്രാണനെ തീപിടിപ്പിക്കുന്നു. എനിക്കതിൽ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. Here recently I was up in Colorado. ഈ അടുത്ത സമയത്ത് ഞാൻ ഇവിടെയുള്ള
കോളറഡയിലെ മലകളിലായിരുന്നു. And I was standing up on a mountain, and I was watching an old mother eagle as she brought her little ones from the nest and on her wings and set them down in a grassy pasture. ഞാനവിടെ ഒരു മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു തള്ളക്കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ അതിന്റെ കൂട്ടിൽ നിന്നും ചിറകുകളിൽ എടുത്തുകൊണ്ട് ഒരു പച്ച പുൽപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. And then she flew back up to the top, very peak of the highest rock she could get to, and she stood down. അതിനുശേഷം ആ കഴുകൻ തിരികെ പറന്ന് ഒരു ഉയർന്ന പാറയുടെ ഏറ്റവും ഉച്ചസ്ഥാനത്ത് ചെന്നിരുന്നു. She began to watch. അവൾ അവിടെ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. I was watching through by binoculars. ഞാൻ എന്റെ ദൂരദർശനിൽ കൂടെ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Horses hitched to a tree, and I was watching. എന്റെ കുതിര ഒരു മരത്തിന് മേലെ കൊളുത്തിയിട്ടിട്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. And I said, Lord, I like this. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനിത് ഇഷ്ടപ്പെടുന്നു. And it seemed to me that I could smell. അത് കണ്ടിട്ട് എനിക്ക് മണപ്പറിയാവുന്നതുപോലെ കാണപ്പെട്ടിരുന്നു. If you've ever around an eagle's nest, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കഴുകന്റെ കൂടിന് ചുറ്റുപാടുമാണെങ്കിൽ അതിന് കഴിയും. and they make it out of sharp sticks and things. കൂർത്ത കമ്പുകൊള്ളിയും മറ്റും കൊണ്ടാണ് അവ കൂടുകളെ ഉണ്ടാക്കുന്നത്. And poor little eagles were just walking on those sticks and thorns. They never know nothing else. ആ പാവം പിടിച്ച കൊച്ചു കഴുകന്റെ കുഞ്ഞുങ്ങൾ ഈ കൊമ്പുകൊള്ളുകളിന്മേലും മുള്ളിന്മേലുമാണ് നടക്കുന്നത്. അതല്ലാതെ മറ്റ് യാതൊന്നും അവയ്ക്കറിയില്ലായിരുന്നു. But one day the mother spread forth her wings and they stepped on the wings and went on. എന്നാൽ ഒരു ദിവസം ആ തള്ളക്കഴുകൻ തന്റെ ചിറകുകളെ വിരിക്കുകയും ഈ കുഞ്ഞുങ്ങൾ ആ ചിറകിന്മേൽ കയറിയിരുന്നിട്ട് താഴേക്ക് പോവുകയും ചെയ്തു. Now I looked at those little fellows and they were just having a Pentecostal revival. ഞാൻ ആ കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. അവർക്കൊരു പെന്തക്കോസ്തിന്റെ ഉണർവായിരുന്നു. They were just running around on that soft grass, just sitting here and chirping to one another and jumping over each other, just as free as they could be. ആ മൃദുലമായ പുല്ലിന്മേൽ അവ ഓടുകയും കൊത്തിപ്പറിക്കുകയും തമ്മിൽ പല പല ശബ്ദമുണ്ടാക്കുകയും ഒന്നിനുമേൽ ഒന്നായി ചാടുകയും അങ്ങനെ അവയ്ക്ക് കഴിയാവുന്നിടത്തോളം സ്വതന്ത്രമായിട്ട് ഉല്ലസിക്കുകയും ചെയ്തിരുന്നു. I thought, well, that's right. കൊള്ളാം, ഇതൊരു നല്ല കാര്യമായിരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. Now there is like a man in the old nest of the world, knows nothing but that's what the devil can give him. ഈ ലോകത്തിന്റെ കൂടിനുള്ളിലായിരിക്കുന്ന ഒരു മനുഷ്യന് സാത്താൻ അവൻ എന്ത് കൊടുക്കാൻ കഴിയുമോ അതല്ലാതെ മറ്റ് യാതൊന്നും അറിയില്ല. But one day God picked him up and set him down in the shady green pastures. എന്നാൽ ഒരു ദിവസം ദൈവം അവനെ അവിടെ നിന്നും എടുത്തിട്ട് ഒരു പച്ച പുൽപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. Oh, how he rejoices, he's free, there's nothing, no harm. അവൻ എത്രമാത്രം ആനന്ദിക്കുന്നു, അവൻ സ്വതന്ത്രനാകുന്നു, അവിടെ യാതൊന്നുമില്ല, അവിടെ യാതൊരു അപായവുമില്ല. I thought, well, why ain't those little fellows afraid? കൊള്ളാം, ഈ കഴുകന്റെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഭയമില്ലാതിരിക്കുന്നത്? One that they realize there's coyotes around that would pick them up. അവിടെ അവർക്ക് ചുറ്റുമായി കടുവകളുണ്ട്, അതവരെ പിടിച്ചുകൊണ്ടു പോകുമെന്ന് അവർ തിരിച്ചറിയുന്നില്ലേ എന്ന് അതിശയപ്പെട്ടു പോകുന്നു. But every once in a while they would look up. എന്നാൽ ഓരോ വട്ടവും അവ മുകളിലേക്ക് നോക്കും. And the old mother would stand up there watching them. ആ തള്ളക്കഴുകൻ അവിടെ ഇരുന്നു കൊണ്ട് അവരെ നിരീക്ഷിക്കുകയാണ്. I thought, well, praise be to God. That's right. കൊള്ളാം, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, അത് കൊള്ളാമായിരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. He's taken me out of the nest of the world and climbed the ramparts of glory, sitting on high, watching over his heritage. See that no harm comes. അവൻ എന്നെ ഈ ലോകത്തിന്റെ കൂട്ടിൽ നിന്ന് പുറത്തെടുത്തു. എന്നിട്ട് അവനൊരു മഹത്വത്തിന്റെ കോട്ടയുടെ പുറത്ത് കയറി ഉയരങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്റെ സ്വന്തമായതിന് യാതൊരു ഹാനിയും വരാതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. I thought if a coyote would bust one of the eagles, she'd brought him to death. ഒരു കടുവ ആ കഴുകന്റെ കുഞ്ഞുങ്ങളിൽ ഒന്നിന്മേൽ വരാൻ തുടങ്ങിയാണെങ്കിൽ അവൾ അതിനെ പ്രഹരിച്ച് കൊന്നുകളയുമെന്ന് ഞാൻ ഓർത്തു. I thought that's right. Let's take after a believer and he's got Jesus Christ in his hand. അത് ശരിയാണെന്ന് ഞാൻ ഓർത്തു. സാത്താൻ ഒരു വിശ്വാസിയുടെ പിന്നാലെ വന്ന് നോക്കട്ടെ, അവന്റെ കൈകളിൽ അവന് യേശു ക്രിസ്തുവാണുള്ളത്. That's right. Let him take. അത് ശരിയാണ്, അതെ, അവൻ എടുത്തു നോക്കട്ടെ. After a while she was watching her great majestic head looking around. കുറച്ചു നേരത്തിന് ശേഷം അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ വലിയ പ്രതാപത്തോടു കൂടിയ തല കൊണ്ട് അവൾ ചുറ്റുപാട് നോക്കിയായിരുന്നു. She was on the highest rock that she could find because she could see everywhere. അവൾക്ക് കയറിയിരിക്കാവുന്നതിലും ഏറ്റവും ഉയരം കൂടിയ പാറയിലായിരുന്നു അത് ഇരുന്നിരുന്നത്. അതിനാൽ അവൾക്ക് എല്ലായിടവും കാണാൻ കഴിയുമായിരുന്നു. Her sharp eagle eyes watching. അവളുടെ മൂർച്ചയേറിയ കഴുകന്റെ കണ്ണുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And after a while I seen her raise her head. കുറച്ചു നേരത്തിന് ശേഷം അവൾ അവളുടെ തല ഉയർത്തുന്നു നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു. 10 power binoculars. I seen her raise her head, look around. എന്റെ 10 ശക്തിയുള്ള ദൂരദർശനിയിൽ കൂടെ അത് തന്റെ തലകളെ ഉയർന്നു പിടിച്ചുകൊണ്ട് ചുറ്റുമായി നോക്കുന്നത് ഞാൻ കണ്ടു. She's looking there. I thought, what is it? അവൾ ആകാശത്തേക്ക് ഞൊടിക്കുകയായിരുന്നു. അതെന്താണെന്ന് ഞാൻ ഓർത്തു.
Way back in the north, a northerner started. അങ്ങുത്തരദിക്കിൽ എവിടെയോ ഒരു വടക്കൻ കാറ്റ് തുടങ്ങി. A thunder roared. ഒരിടി അലറപ്പെട്ടു. She let out a scream and down through there she went through both those big wings right out on the grassy prairie. അവൾ ഒരു ശീൽക്കാരം പുറപ്പെടുവിച്ചുകൊണ്ട് നേരെ താഴേക്ക് പറന്നുപോയി. അവളുടെ വലിയ ചിറകുകളെ വിടർത്തിയിട്ട് നേരെ ആ പച്ചപ്പുൽ മൈതാന പ്രദേശത്തേക്ക് വന്നു. And every one of those little eagles ran over real quick. ആ കുഞ്ഞു കഴുകന്മാർ ഓരോരുത്തരും എളുപ്പം വേഗത്തിലായിട്ട് ഓടിക്കയറി. They were instructed perhaps before leaving the nest. ഒരുപക്ഷെ കൂട് വിടുന്നതിന് മുമ്പ് തന്നെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. They caught their little feet right in the feathers. അവയുടെ കുഞ്ഞു കാലുകൾ കൊണ്ട് അതിന്റെ തൂവലുകൾ അവർ പിടിച്ചു. അവയുടെ വായ് കൊണ്ട്, അതായത് ചെറിയ ചുണ്ടുകൊണ്ട് അത് തൂവലുകളിന്മേൽ കൊളുത്തിയിരുന്നു. And she raised with that bunch of eagles on her wings and went with a straight piercing that wind blowing nearly 50 miles an hour and right into the head of the rock. അങ്ങനെ ആ ഒരു കൂട്ടം കഴുകന്റെ കുഞ്ഞുങ്ങളെയുമായിട്ട് നേരെ പറന്നുയർന്ന് കാറ്റിനെ മുറിച്ചുകൊണ്ട് മണിക്കൂറിൽ ഏകദേശം 50 മണിക്കൂർ വേഗതയിൽ നേരെ ആ പാറയുടെ വിടവിലേക്ക് പറന്നുപോയി. ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ അവിടെ നിന്ന് കരഞ്ഞു. എന്നെങ്കിലും ഒരു മഹിമയേറിയ ദിവസം ഈ ഉണർവ് കഴിയുമ്പോൾ മഹത്വത്തിൽ നിന്നും അവന് വരികയും തന്റെ മഹത്തായ ശക്തിയുടെ ചിറകുകളെ വിടർത്തുകയും ഈ കൊച്ചു കുഴുകന്റെ കുഞ്ഞുങ്ങൾ അവയുടെ ചുണ്ടുകൊണ്ട് അതിൽ കുളിർത്തപ്പെടുകയും അവനോടൊപ്പം മഹത്വത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. ആഴിയെ വിളിക്കുന്നു. ആഴിയെ വിളിക്കുന്നുവെങ്കിൽ അതിനെ പ്രതിവചിക്കുന്നതിനായിട്ട് ഒരാഴി ഉണ്ടായിരിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു വൃക്ഷം വളരുന്നതിന് മുമ്പ് അത് വളരുന്നതിന് വേണ്ടി ഒരു ഭൂമി ആദ്യമായിട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ദൈവം ഭൂമിക്ക് വേണ്ടി ഒരിക്കലും മരത്തിനെ ഉണ്ടാക്കിയില്ല, അവൻ മരത്തിന് വേണ്ടി ഭൂമിയെ ഉണ്ടാക്കി. അവൻ ഭൂമിയെ ഉണ്ടാക്കിയിട്ട് ഒരു വൃക്ഷത്തെ ഉത്പാദിപ്പിക്കാനായിട്ട് ഭൂമിയോട് കൽപ്പിച്ചു. അങ്ങനെ ആ ഭൂമി വിളിച്ചുകൊണ്ടിരുന്നതിനാൽ ആ വൃക്ഷം കടന്നു വന്നു. മത്സ്യത്തിന്റെ മേൽ ചിറകുണ്ടായിരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് നീന്തുന്നതിന് വേണ്ടി അവിടെ വെള്ളമുണ്ടായിരുന്നില്ല. അതിന് ചിറകുണ്ടായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നാൽ അതിന് നീന്തുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നതിന് വേണ്ടിയും വെള്ളമുണ്ടായിരുന്നു. നമുക്കുള്ളതായ എല്ലാ കാര്യങ്ങളും തന്നെ എന്തെങ്കിലും കാരണത്താലോ അല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തിനു വേണ്ടിയാണ്. ഇവിടെ ഈ അടുത്ത സമയത്ത് ഒരു ബാലൻ പെൻസിലുള്ള തുടയ്ക്കുന്നതിന് വേണ്ടി റബ്ബർ തിന്നുന്നതിനെ പറ്റി ഞാൻ വായിച്ചിരുന്നു. അവന് റബ്ബർ കിട്ടുന്നിടത്തെല്ലാം നിന്ന് അവൻ റബ്ബർ തിന്നിരുന്നു. അവൻ സൈക്കിളിന്റെ പെഡലിലുള്ള റബ്ബർ തിന്നിരുന്നു. ഈ കുട്ടിയിൽ എന്താണ് കുഴപ്പമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവർ അവനെ ഒരു ക്ലിനിക്കിലേക്ക് പരിശോധനയ്ക്കായി ഡോക്ടറിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അദ്ദേഹം അവനെ പരിശോധിച്ചതിന് ശേഷം അവന്റെ ശരീരത്തിൽ സൾഫർ ആവശ്യമായിരിക്കുന്നുവെന്ന് അവർ കണ്ടുപിടിച്ചു. സൾഫർ റബ്ബറുകളിലുണ്ട്, അതിനാൽ സൾഫർ കിട്ടുന്നതിന് വേണ്ടി അവൻ ഈ റബ്ബർ തിന്നുകയായിരുന്നു. ഇപ്പോൾ ഇതാണ് കാര്യം, നിങ്ങൾക്കത് മനസ്സിലായോ? ഇവിടെ എന്തെങ്കിലും സൾഫറിന് വേണ്ടി അകത്തുനിന്നും വിളിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം നൽകുന്നതിനായിട്ട് അത് വിളിക്കുന്നതിന് മുമ്പേ ഒരു സൾഫർ ഉണ്ടായിരിക്കണം. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായോ? ഇപ്പോൾ ആഴിയെ വിളിക്കുന്നു. ആഴിയെ വിളിക്കുന്നതിന് മുമ്പ് അതിന് ഉത്തരം നൽകുന്നതിനായിട്ട് ഒരു ആഴി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എങ്കിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഒരു പക്ഷെ ഒരു പാപിയായിരുന്നുവെന്ന് നിങ്ങൾക്ക് തീർച്ചയായിരുന്നതുപോലെ
that did not believe in the baptism of the Holy Spirit, but you heard the message. ചിലപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകത്തെ പറ്റി വിശ്വസിക്കാത്ത ഏതെങ്കിലും ഒരു ചില നാമമാത്രമായ സഭകളിലായിരുന്നേക്കാം. എന്നാൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കാനിടയായി. There was something in there called out to know God. അങ്ങനെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി എന്തോന്ന് നിങ്ങളിൽ നിന്നും ആഗ്രഹിച്ചിരുന്നു. You might have been living in a justified state before God, but you wanted the baptism of the Spirit, and you hungered for it. നിങ്ങൾ ദൈവം മുമ്പാകെ ഒരു നീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകം ആവശ്യമായിരിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി വിശക്കുകയും ചെയ്യാൻ തുടങ്ങി. Now the very reason that there is the Holy Spirit is because you were hungering for it. പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യം ഉണ്ടായിരിക്കുന്നതിന്റെ കാരണത്താലാണ് നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നത്. You were never hungry for it unless there was something in there to call for it out there. അതിനെ വിളിക്കുന്നതിന് വേണ്ടി ഇവിടെ യാതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനുവേണ്ടി വിശക്കുകയില്ല. See what I mean? ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായോ? And then the very reason that you're here tonight, you believe in divine healing. അതുപോലെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നതിനാലാണ്. And there was even taught in the Bible, if you group of people believe in divine healing, there has to be a fountain open somewhere, or you'll never have the desire for it. വേദപുസ്തകത്തിൽ അതിനെപ്പറ്റി പഠിപ്പിക്കാതെ ഇരുന്നാൽ തന്നെയും നിങ്ങൾ ഒരു കൂട്ടം ജനങ്ങൾ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ എവിടെയെങ്കിലും അതിനുവേണ്ടി ഒരു നീരുറവ തുറക്കപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിനുവേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുകയില്ല. If you got the desire to be healed by God, there's a God to heal you. That's right. ദൈവത്താൽ സൗഖ്യം പ്രാപിക്കുമെന്ന് നിങ്ങൾ ഒരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കാനായിട്ട് ഒരു ദൈവമുണ്ട്. അത് ശരിയാണ്. For the deep calls to the deep. കാരണം ആഴിയെ വിളിക്കുന്നു. That's what it was with Simeon. He knew that there was coming a Christ. ശിമയോനോടും അപ്രകാരമായിരുന്നു. കാരണം ക്രിസ്തു വരേണ്ടിയിരിക്കുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. And he knew that God promised him that he would see him before he died. അവൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിനെ കാണുമെന്ന് ദൈവം അവനോട് വാഗ്ദത്തം ചെയ്തിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. Now, notice. ഇപ്പോൾ ശ്രദ്ധിക്കുക. Then as Simeon was led അതിനുശേഷം ശിമയോൻ നയിക്കപ്പെട്ടതുപോലെ into the stream, just when Jesus came on the scene, Simeon was led by the Holy Spirit right to Christ. By the Holy Spirit who gave the promise. ഇത് വളരെ വിചിത്രമായിരിക്കുന്നില്ലേ? യേശു അവിടേക്ക് വന്ന ഉടനെ തന്നെ ശിമയോൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും അവന് വാഗ്ദത്തം നൽകിയിരുന്ന അതേ പരിശുദ്ധാത്മാവിനാൽ നേരെ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. And the Holy Spirit who gave the promise of divine healing has led you here tonight right to the fountain. ദൈവിക രോഗശാന്തിയുടെ വാഗ്ദത്തം തന്ന അതേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ നേരെ ആ നീരുറവിലേക്ക് നയിക്കുന്നു. Open tonight for whosoever will. Right now. അവിടെ അത് ഇന്ന് രാത്രിയിൽ അത് ആഗ്രഹിക്കുന്ന ഏവർക്കും വേണ്ടിയായിട്ട് ഇപ്പോൾ തന്നെ തുറന്നിരിക്കുന്നു. Right, the same Holy Spirit leading sons of God who believe the promise of God. അതേ പരിശുദ്ധാത്മാവ് തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്ന ദൈവമക്കളെ അതിലേക്ക് നടത്തുന്നു. You see what I mean? ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? Every one of you sons and daughters of God is led here because you believe God's promise. ദൈവപുത്രന്മാരും പുത്രിമാരുമായ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിക്കുന്നതിനാലാണ് ഇവിടേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. ഓ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ വൃദ്ധയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൾ അന്ധയായിരുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ പേര് അന്ന എന്നായിരുന്നു. അവളൊരു പ്രവാചകിയായിരുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി അവൾ കാത്തിരുന്നു. ക്രിസ്തുവിനെ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനായി ദൈവം കടപ്പെട്ടിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് അന്നയുടെ മേൽ വന്നു. ആ വൃദ്ധയായ അന്ധയായ പ്രവാചകി അന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ആ കെട്ടിടത്തിൽ കൂടെ അവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ കൂടെ കടന്നു വരുന്നത് ഞാൻ നടന്നു വരുന്നത് എനിക്ക് കാണാൻ കഴിയും. സ്ത്രീകളുടെ നിരയിലേക്ക് അവൾ കടന്നു വന്നിട്ട് നേരെ ആ നീരുറവയുടെ മുന്നിൽ അവൾ ചെന്ന് നിന്നു. കാരണം അവൾ പരിശുദ്ധാത്മാവിനാൽ അവിടേക്കാണ് നയിക്കപ്പെട്ടത്. അതെ, അവൻ ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്നു. അവൻ മരിച്ചവരിൽ നിന്നും ഉയർക്കപ്പെട്ടിരിക്കുന്നു. അവൻ നിങ്ങൾക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇവിടെ ഒരുമിച്ചാക്കിയിരിക്കുന്നു.
If the Holy Spirit hadn't brought you here, you'd be out somewhere in the world. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരാതെ നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടെ അല്ലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ആയിരുന്നേക്കാം. But you're sitting here in this hot building, standing, because why? You're expecting to see Jesus Christ come on the scene and confirm His word. Expectation. എന്നാൽ നിങ്ങൾ ഈ ചൂട് പിടിച്ച കെട്ടിടത്തിൽ വിശറിയും വീശിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം യേശു ക്രിസ്തു ഈ രംഗത്തേക്ക് വന്ന് തന്റെ വചനത്തെ സ്ഥിരപ്പെടുത്തുന്നത് കാണുന്നതിനായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് പ്രതീക്ഷയാണ്. If you expect to come just to find something to criticize, the devil will sure show you plenty to criticize. നിങ്ങൾ ഇവിടേക്ക് വന്നിട്ട് എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും സാത്താൻ ധാരാളം കാര്യങ്ങൾ കുറ്റം പറയുന്നതിനായിട്ട് കാണിച്ചു തരും. You certainly will. അവൻ തീർച്ചയായും ചെയ്യും. You get what you expect. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. Some of them say, well, if I don't get up in the prayer line, if I see something like this, then I'll believe. നിങ്ങളെ ചിലർ പറഞ്ഞേക്കാം, ഞാൻ പ്രാർത്ഥനയുടെ നിരയിൽ എഴുന്നേറ്റ് നിൽക്കാതെ തന്നെ ഇതുപോലെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പിന്നെ ഞാൻ വിശ്വസിക്കും. You get what you expect. എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. I'm expecting tonight to see the Holy Spirit come and manifest Himself in power, go out in glory up in the ceiling there. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇവിടേക്ക് വന്ന് സ്വയം അവനെ തന്നെ തന്റെ ശക്തിയിൽ വെളിപ്പെടുത്തിയിട്ട് തന്റെ മഹിമയെ ഈ കെട്ടിടത്തിലേക്ക് ചൊരിയുന്നതിനായി ഞാൻ പ്രതീക്ഷിക്കുന്നു. When you receive the baptism of the Holy Spirit, വളരെ പേർ അവരുടെ പരിശുദ്ധാത്മാഭിഷേകത്തെയും when they were at Calvary, പാപികൾ കരഞ്ഞുകൊണ്ട് കാൽവരിയിലേക്കുള്ള അവരുടെ വഴിയിലേക്കും sick being healed, all manners of signs and wonders. രോഗികൾ സുഖം പ്രാപിക്കാനും എല്ലാ രീതിയിലുമുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. Because Jesus Christ has promised it, and I believe His promise. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു അത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അവന്റെ വാഗ്ദത്തം ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, as Thy word is truth, confirm Thy word with signs and wonders of the resurrected Jesus. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം സത്യമായിരിക്കുന്നത് പോലെ നിന്റെ വചനത്തെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശുവിന്റെ അടയാളത്താലും അത്ഭുതത്താലും സ്ഥിരപ്പെടുത്തണമേ. We know that when He was on earth, He didn't claim to be a great person. He only claimed that you showed Him visions what to do. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവനെ ഒരു മഹാനായ വ്യക്തിയായി അവൻ ഒരിക്കലും അവകാശപ്പെട്ടിരുന്നില്ല. അവൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നതെന്നുള്ളതിനെ നീ അവന് ദർശനങ്ങളിൽ കാണിച്ചിരുന്നു എന്ന് മാത്രമേ അവൻ അവകാശപ്പെട്ടിരുന്നുള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നു. He knew the thoughts of the people, their condition. ജനങ്ങളുടെ വിചാരങ്ങളെയും അവരുടെ അവസ്ഥയെയും അവൻ അറിഞ്ഞിരുന്നു. He knew when the woman had a blood and she touched His garment. രക്തസ്രാവമുള്ള സ്ത്രീ അവന്റെ വസ്ത്രം തൊട്ടപ്പോൾ അവൻ അറിഞ്ഞിരുന്നു. She was standing out there and she seen she could not be hid, for Jesus was looking right at her. അവൾ ദൂരത്ത് മാറി നിന്നിരുന്നു. എന്നാൽ അവൾക്ക് മറഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. കാരണം യേശു നേരെ അവളെ തന്നെ നോക്കിയിരുന്നു. He knew. He said, "Thy faith has saved thee." അവൻ അറിയാമായിരുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നവൻ പറഞ്ഞു. Father, we know that He is here tonight because He promised to be. അങ്ങനെ പിതാവേ, ഇന്ന് രാത്രിയിൽ അവൻ ഇവിടെ ആയിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം അപ്രകാരം നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. And our confidence is anchored in Him, in His Word. We are sure. ഞങ്ങളുടെ വിശ്വാസം അവന്റെ വചനത്തിന്മേൽ നങ്കൂരമിട്ടിരിക്കുന്നു. അത് ഞങ്ങൾക്ക് തീർച്ചയാണ്. We have seen Him in the manifestation of His great resurrection here on earth, working among His people in His church. അവന്റെ മഹത്തായ പുനരുത്ഥാനത്തിന്റെ വെളിപ്പെടുത്തലിനെ ഈ ഭൂമിയിൽ അവന്റെ ജനങ്ങളുടെ ഇടയിലും അവന്റെ സഭയിലും ഞങ്ങൾ കണ്ടിരിക്കുന്നു. And Lord, let us be today the light givers of this age. അങ്ങനെ കർത്താവേ, ഈ കാലഘട്ടത്തിന്റെ വെളിച്ചം കൊടുക്കുന്നവരായി ഇന്ന് ഞങ്ങളെ ഇടയാക്കണമേ. That when the great drama is set at the end of the road, and each one of us comes up before You, ഈ വഴിയുടെ അവസാനം ആ മഹത്തായ നാടകം തയ്യാറായി കഴിയുമ്പോൾ ഞങ്ങളിൽ ഓരോരുത്തരും നിന്റെ മുമ്പിലേക്ക് കടന്നു വരികയും and the great screen is pulled out, and our lives of this generation is brought back before us. ആ വലിയ തിരശ്ശീല വലിച്ചു മാറ്റപ്പെടുകയും ഈ തലമുറയിലെ ഞങ്ങളുടെ ജീവിതത്തെ തിരികെ ഞങ്ങളുടെ മുമ്പിൽ വീണ്ടും കൊണ്ടുവരപ്പെടുകയും ചെയ്യും. Let me hear my voice singing against unrighteousness and calling to people to believe on Jesus Thy Son. അപ്പോൾ ദൈവമേ, അനീതിക്കെതിരായിട്ട് നിലവിളിക്കുന്ന എന്റെ ശബ്ദത്തെയും അങ്ങയുടെ പുത്രനായ യേശുവിന്റെ മേൽ വിശ്വസിക്കുന്നതിനായി ജനങ്ങളെ വിളിക്കുന്ന എന്റെ ശബ്ദത്തെയും എനിക്ക് കേൾക്കാനിടയാകണമേ. Bless the people here tonight. Just sing and speak. ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന ജനങ്ങളെ അനുഗ്രഹിക്കണമേ. അവർ കഠിനമായ ചൂടിൽ ഇവിടെ ആയിരിക്കുന്നു. And I pray, God, that You'll give them a special blessing. ദൈവമേ, അവർക്ക് വിശേഷമായ അനുഗ്രഹങ്ങളെ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. May the exceeding
powers of the Holy Spirit take away all the thoughts of this. പരിശുദ്ധാത്മാവിന്റെ വാസ്തവത്തിലുള്ള ശക്തികൾ ഈ വിചാരങ്ങൾ എടുത്തു മാറ്റണമേ. And Lord, sanctify thy servant just now for the service coming on. കർത്താവെ, അങ്ങയുടെ ദാസനെ ഇപ്പോൾ ശുദ്ധീകരിക്കണമേ, കാരണം ഞാൻ നിന്റെ സേവയെ തുടങ്ങിയാണ്. Standing here realizing that I will be turning this away. ഇതെടുത്ത് മാറ്റുമെന്ന് ഇവിടെ നിന്നുകൊണ്ട് എന്റെ കണ്ണുകൾ തിരിച്ചറിയുന്നു. And I pray, Father, in humility, that you will let your great, glorious power be known to everyone. പിതാവേ, എളിമയോട് നിന്റെ മഹത്തായ വലിയ ശക്തിയെ എല്ലാവർക്കും നീ വെളിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. And if I, unworthy servant, has found grace in thy sight for tonight, may you take this unworthy person, near the being out, and clear him, Lord Jesus, and speak to your people. അങ്ങയുടെ അയോഗ്യനായ ഈ ദാസൻ നിന്റെ സന്നിധിയിൽ കൃപയെ പ്രാപിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിലേക്ക് വേണ്ടി നീ അയോഗ്യനായ ഈ വ്യക്തിയെ എടുത്തിട്ട് ഈ അസ്തിത്വത്തെ എടുത്തു മാറ്റിയിട്ട് കർത്താവായ യേശുവെ നീ കടന്നുവന്ന് നിന്റെ ജനങ്ങളോട് സംസാരിക്കണമേ. When life is all over here on earth, the last prayer has been prayed. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് അവസാനത്തെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു കഴിയുകയും The battles are all done, smoke's dried up, gone away, arms dispatched, the Bible closed, and we come up to your house. എല്ലാ പോരാട്ടങ്ങളും കഴിഞ്ഞിരിക്കുകയും പുക മാറിക്കഴിഞ്ഞിരിക്കുകയും ആയുധങ്ങൾ വയ്ക്കപ്പെടുകയും വേദപുസ്തകം അടച്ചു കഴിയുകയും ചെയ്തതിനു ശേഷം ഞങ്ങൾ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. That great morning, great eternal brightness there. ആ പ്രഭാതം പൊട്ടിവിടർന്ന സുന്ദരവും പ്രകാശിതവുമായ നിത്യതയിലായിത്തീരുകയും When the chosen ones shall gather to their home beyond the skies, the fourth set. ആകാശങ്ങൾക്കപ്പുറം തെരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ വീടുകളിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യുമെന്ന് കവി പാടിയിരിക്കുന്നു. Lord, as we see that great table stretched out there for that supper, thousands of miles long. കർത്താവെ, 1000-ഓളം മൈലുകൾ നീളമുള്ള മേശ തിരുവത്താഴത്തിനു വേണ്ടി വിരിച്ചിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. Looking across the table to each other, battle-scarred veterans, tears of joy running down our cheeks. യുദ്ധത്തിന്റെ പാടുകളോടുകൂടിയ പരിചയ സമ്പന്നർ ആ മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു കൊണ്ട് നോക്കുകയും ആനന്ദത്തിന്റെ കണ്ണുനീർ അവരുടെ കവിളുകളിൽ കൂടി ഒഴുകുകയും ചെയ്യും. The king come out in his beauty, holiness, walk down along the table and take his own hands and wipe the tears from her eyes, saying, "Don't cry no more, it's all over. Enter into the joys of the Lord." രാജാവ് തന്റെ വിശുദ്ധിയോടും മനോഹരതയോടും കൂടി കടന്നു വന്ന് മേശക്കരികിൽ കൂടി നടന്നിട്ട് തന്റെ സ്വന്തം കരങ്ങളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിട്ട് ഇനിയും കരയേണ്ട, എല്ലാം കഴിഞ്ഞിരിക്കുന്നു, കർത്താവിന്റെ ആനന്ദത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയും. The toil of the road will seem nothing then, Father, when we get to the end of the way. പിതാവേ, ഞങ്ങളുടെ വഴിയുടെ അവസാനം എത്തുമ്പോൾ ഈ വഴിയിലെ കഷ്ടതകൾ പിന്നെ യാതൊന്നുമായി കാണില്ല. And help us tonight, Lord, for forgetting those things which are in the past. Let us press the mark of the high calling now. കർത്താവെ, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ള പരമവിളിയുടെ വിരുദ്ധനായി ആഞ്ഞും കൊണ്ട് ഓടാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. And may your Spirit come and manifest your Son, Jesus Christ, to these people. നിന്റെ ആത്മാവ് കടന്നു വന്ന് നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ജനങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. As I try as a mortal to tell them of you being the same yesterday, today, and forever. ഞാനൊരു മർത്യനായിരിക്കത്തന്നെയും നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് പറയാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നു. All we ask it in Jesus' name, thy beloved child. Amen. അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. The Lord bless you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. And tonight, just before the healing services, ഇന്ന് രാത്രിയിൽ രോഗശാന്തിയുടെ ശുശ്രൂഷകൾക്ക് മുമ്പ് excuse me for being David, but there's something that's in my heart when I talk about him. ഒരു ബാലനെ പോകുന്നതാകുന്നതിൽ എന്നോട് ക്ഷമിക്കണം, എന്നാൽ അവനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തോ ഒന്ന് എന്റെ ഹൃദയത്തിൽ കടന്നു വരുന്നു. I remember when I was first called by my ministers when they seen എന്നെ ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടതിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. this little baby visions that come. ഒരു ബാലനായിരിക്കെ തന്നെ എനിക്ക് ദർശനങ്ങൾ ഉണ്ടാകുമായിരുന്നു. Billy, don't you never go to that, but that's the devil. ബില്ലി, നീ അതിലേക്ക് പോകരുത്, അത് സാത്താനാണെന്ന് അവർ പറഞ്ഞിരുന്നു. Being taught that the clergyman, I happily believed the
that the visions would be of the wrong. വൈദികന്മാരാൽ ഇത് അറിയപ്പെട്ടിട്ട് ദർശനങ്ങൾ തെറ്റായിരിക്കുമെന്ന് ഞാൻ പകുതിയോളം വിശ്വസിച്ചിരുന്നു. He come to me that night and told me who he was. Oh my. അതിനുശേഷം ഒരു ദിവസം രാത്രിയിൽ അവൻ എന്റെ അടുക്കൽ വന്ന് അവൻ ആരാകുന്നുവെന്ന് എന്നോട് പറഞ്ഞു. ഓ ദൈവമേ, And I know that he's here right now. ആ കാരണത്താൽ അവനിപ്പോൾ ഇവിടെയുണ്ടെന്ന് ഞാൻ അറിയുന്നു. And I know his presence. I know I love him. അവന്റെ സാന്നിധ്യത്തെ ഞാൻ അറിയുന്നു, കൂടാതെ ഞാൻ അവനെ സ്നേഹിക്കുന്നുവെന്നും അറിയുന്നു. But how could I be a devil and love the Lord Jesus for him too? കർത്താവ് യേശുവിനെ ഞാൻ ഈ രീതിയിൽ സ്നേഹിച്ചിട്ട് എനിക്ക് എങ്ങനെ ഒരു പിശാചാകാൻ കഴിയും? How can my heart believe for him and he knows my heart? എങ്ങനെ കഴിയും? എന്റെ ഹൃദയം അവന് വേണ്ടി രക്തം ചൊരിയുന്നു, കൂടാതെ അവൻ എന്റെ ഹൃദയത്തെ അറിയുന്നു. He came and told me different. അവൻ എന്റെ അടുക്കൽ വന്ന് വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത്. I believe him because he compared to God's word. ഞാൻ അവനെ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്തിന്റെ വചനവുമായിട്ട് താരതമ്യപ്പെട്ടിരിക്കുന്നു. And their word does not compare to God's word. For we're living in this day. എന്നാൽ അവരുടെ വചനം ദൈവത്തിന്റെ വചനവുമായിട്ട് താരതമ്യപ്പെടുന്നില്ല, കാരണം നാം ഈ കാലത്താണ് ജീവിക്കുന്നത്. And now, Christian friends, I want to say to you all, because when it's sanctioned sometimes, you might wonder what's happening. എന്നാൽ ഇപ്പോൾ ക്രിസ്തീയ സ്നേഹിതരെ, ഞാനിത് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, കാരണം അത് എന്റെ മേൽ വരുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടേക്കാം. I can't explain it. It's beyond me explaining. എനിക്കത് വിശദീകരിക്കാൻ കഴിയില്ല. അത് വിശദീകരിക്കപ്പെടുന്നതിനും അപ്പുറത്താണ്. I get so weak that I can't hardly stand after maybe one or two people that I meet. എന്നാൽ ചിലപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആളുകളുമായിട്ട് ഞാൻ കണ്ടുമുട്ടി കഴിയുമ്പോൾ എനിക്ക് കഷ്ടിച്ച് നിൽക്കാൻ പോലും കഴിയാതെ ഞാൻ അത്രമാത്രം ക്ഷീണിതനായി പോകുന്നു. You might not understand that, but just read the scripture as declared. നിങ്ങളത് മനസ്സിലാക്കിയില്ലെന്നിരിക്കാം, എന്നാൽ തിരുവെഴുത്ത് അത് പ്രസ്താവിക്കുന്നു. I believe the prophet Daniel that saw visions and things was trouble that he's lived for many days. Is that right? ദാനിയേൽ പ്രവാചകൻ ഒരു ദർശനം കണ്ടിരിക്കുകയും വളരെ ദിവസത്തോളം അതിവേദന പിടിപെട്ട് ശക്തിയില്ലാതായി തീർന്നുവെന്ന് അവൻ പറഞ്ഞു. അത് ശരിയല്ലേ? And Jesus went down and the woman with enough faith to throw him around and see who she was. He said, I perceive that virtue, strength has gone out of me. ഒരു വട്ടം ഒരു സ്ത്രീ വന്ന് അത്രയധികം വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടിട്ട് അതവനെ ചുറ്റുപാടും ആരാണ് തൊട്ടതെന്ന് നോക്കുവാനിടയാക്കി. എന്നിട്ട് അവൻ പറഞ്ഞു, എങ്കിൽ നിന്നും ബലം, അതായത് ശക്തി പുറപ്പെട്ടു പോയിരിക്കുന്നു. And people right out there wonder, ജനങ്ങളെല്ലാം തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. it's not me, Christian. No, I'm just a man. She's a sinner. ഇത് ഞാനല്ല ക്രിസ്ത്യരെ, അല്ല, ഞാൻ വെറും ഒരു മനുഷ്യനാണ്, പാപികളിൽ മുഖ്യനാണ്. But one born out of season to you full gospel people. That's right. എന്നാൽ നിങ്ങൾ പൂർണ്ണ സുവിശേഷകരായ ജനങ്ങളിൽ സമയത്തിനും അപ്പുറത്തായി ജനിച്ച ഒരുവനാണ് ഞാൻ. അത് ശരിയാണ്. By grace, by God's grace, you let me call you my brother and sister. അവന്റെ കൃപയാൽ, അതായത് ദൈവകൃപയാൽ അവൻ നിങ്ങളെ എന്റെ സഹോദരനെന്നും സഹോദരി എന്നും വിളിക്കാനിടയാക്കുന്നു. And I love you. കൂടാതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. And I'm not here tonight to be seen or heard. ഇന്ന് രാത്രിയിൽ കാണുന്നതിനോ അല്ലെങ്കിൽ കേൾക്കുന്നതിനോ വേണ്ടിയല്ല ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. I'm not here because of finance, you know that. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് പണത്തിന് വേണ്ടിയുമല്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. So I'm here for one thing because I love Jesus and I love you. അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്, കാരണം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു. And I believe that the coming of this invitation, maybe I could submit myself to Him, and He would do something to me that would make me love Him more and believe in Him and heal. ഈ ക്ഷണനിർത്താനുള്ള വരവിനാൽ ചിലപ്പോൾ എനിക്ക് എന്നെ തന്നെ അവനിലേക്ക് സമർപ്പിക്കാനും അതിനാൽ എന്നിൽ കൂടി എന്തെങ്കിലും അവൻ പ്രവർത്തിച്ചിട്ട് അത് നിങ്ങൾ അവനെ കൂടുതലായി സ്നേഹിക്കുന്നതിനും അവനെ വിശ്വസിക്കുന്നതിനും സുഖപ്പെടുത്തുന്നതിനും ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ ആയിരിക്കുന്നതിനുള്ള എന്റെ ഏക ഉദ്ദേശം അതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ പാസ്റ്റർമാരെ അനുഗ്രഹിക്കട്ടെ, കൂടാതെ വാണിജ്യക്കാരെയും. ഇപ്പോൾ ഞാനിത് നിങ്ങളോട് പറയുകയാണ്, അതായത് ഞാൻ അത്രമാത്രം ക്ഷീണിച്ചു പോകുന്നു, ചിലപ്പോൾ എനിക്ക് പ്ലാറ്റ്ഫോം വിടാൻ കഴിയാതെയാകുന്നു. എന്റെ മകനും മാനേജറും ബാക്കിയുള്ളവരും അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഗുഡ് ബൈ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ മഹാനദിയുടെ തീരത്ത് നമുക്ക് തമ്മിൽ വീണ്ടും കണ്ടുമുട്ടാൻ കഴിയുന്നില്ലെങ്കിൽ
ഞാൻ നിങ്ങളെ രാവിലെ സമയത്ത് കാണുന്നതാണ്. I have a testimony that I have now. I love the Lord Jesus. എന്റെ പക്കൽ ഇപ്പോഴുള്ള സാക്ഷ്യം തന്നെ ഉണ്ടായിരിക്കും, അതായത് ഞാൻ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നു. And the vision, God gives me visions that is true. കൂടാതെ ദർശനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവം എനിക്ക് ദർശനങ്ങൾ തരുന്നു, അത് സത്യമാണ്. The Bible before me and God who is my witness. And no, വേദപുസ്തകം എന്റെ മുമ്പിലും ദൈവം എന്റെ സാക്ഷ്യവുമായിട്ട് അത് അറിയുന്നു. I can only declare and say as He would let me by His grace do. അവന്റെ കൃപയാൽ അത് ചെയ്യുന്നതിനായി അവൻ എന്നെ അനുവദിക്കുന്നത് പോലെ മാത്രമേ എനിക്കത് പ്രഖ്യാപിക്കാനും പറയാനും മാത്രം കഴിയുന്നത്. So pray for me. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. And one more thing I'd like to ask. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. I'm going to Africa, India, Palestine, Germany. ഞാൻ ആഫ്രിക്ക, ഇന്ത്യ, പലസ്തീൻ, ജർമ്മനി എന്നീ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. And remembering those lands like it was before. ഇതിനു മുമ്പ് പോയിരുന്നത് പോലെ ഈ ദേശങ്ങളിലേക്ക് പോവുകയാണെന്ന് ഓർക്കുക. Think of witch doctors and all those different demon-possessed people are shouting here underground. And you better know what you're speaking of. That's right. മന്ത്രവാദികളും അതുപോലെ വിവിധ രീതിയിലുള്ള ദുഷ്ടാത്മക്കളാൽ ഗ്രസ്തരായ ആളുകൾ നിങ്ങളെ വെല്ലുവിളിക്കില്ലെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് നല്ലവണ്ണം അറിഞ്ഞിരിക്കുക. അത് ശരിയാണ്. And when your wings are going, hot and heavy, the persecution is on. And I remember in Washington, D.C., somebody praying for me when you come to that. അങ്ങനെ ചൂടും ശക്തിയേറിയതുമായ കാറ്റടിക്കുകയും ഉപദ്രവങ്ങൾ തുടങ്ങുകയും ചെയ്യുമ്പോൾ വാഷിംഗ്ടൺ DC-യിൽ ആരോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ ഓർക്കും. അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ എനിക്ക് വാഗ്ദത്തം ചെയ്യുമോ? You will raise it. Thank you. God bless you. Thank you much. എങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെയധികം നന്ദിയുണ്ട്. Now, I think last evening they gave out 100 prayer cards last night. ഇപ്പോൾ 100ഓളം പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ കഴിഞ്ഞ രാത്രിയിൽ അവർ വിതരണം ചെയ്തിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. And I believe that number was, or that letter was Y. അതിന്റെ അക്കം അല്ലെങ്കിൽ അക്ഷരം Y ആയിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. And I believe I saw the first 15 of them last night. കഴിഞ്ഞ രാത്രിയിൽ അവരിൽ ആദ്യത്തെ 15 പേരെ ഞാൻ വിളിച്ചിരുന്നതായിട്ട് ഓർക്കുന്നു. I think that is right, isn't it, brother? അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ശരിയല്ലേ സഹോദരന്മാരെ? I got 15 of those cards that was given out. വിതരണം ചെയ്യപ്പെട്ട കാർഡുകളിൽ ആദ്യത്തെ 15 പേരെ വിളിച്ചിരുന്നു. Now, we'll call some more of them. ഇപ്പോൾ അവരിൽ കുറച്ചുപേരെയും കൂടി ഞാൻ വിളിക്കാൻ പോവുകയാണ്. And maybe tonight, if things is coming hot, maybe we can get 2 or 3 groups of them. അങ്ങനെ ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ വിശ്വാസം കൂടുതലായി തുടർന്നു വരികയാണെങ്കിൽ അവരിൽ 2 or 3 കൂട്ടരെയും കൂടി എടുക്കാൻ കഴിയും. If not, I ask every person, how many people in here that doesn't have a prayer card and would want to be healed by God tonight? അങ്ങനെയല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ ലഭിക്കാതെ ദൈവത്തിൽ നിന്നും ഇന്ന് രാത്രിയിൽ രോഗശാന്തി പ്രാപിക്കാനായി ആഗ്രഹിക്കുന്നവരായിട്ട് എത്ര പേരുണ്ട്? Raise your hand. Doesn't have a prayer card. പ്രാർത്ഥനയുടെ കാർഡുകൾ ലഭിക്കാത്തവർ കൈകളെ ഉയർത്തുക. Well, it's just, you can hardly tell it's just solid everywhere. നിങ്ങൾക്ക് കഷ്ടിച്ച് അത് പറയാൻ കഴിയുകയുള്ളൂ. അത് അത്രയും ധാരാളമായിട്ട് എല്ലായിടത്തുമായിരിക്കുന്നു. I'm going to ask you something. This may be my first time of ever meeting you. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായി കണ്ടുമുട്ടിയിട്ടുള്ളതിൽ വെച്ച് ഇതെന്റെ ആദ്യത്തെ പ്രാവശ്യമാകാൻ ഇടയുണ്ട്. It's too bad that we can't stay a little longer in meeting, and you know how to accept it on healing. നാം കുറച്ചുകൂടി നീണ്ട സമയം യോഗത്തിലായിരുന്നിട്ട് എങ്ങനെയാണ് ദിവ്യ രോഗശാന്തിയെ പ്രാപിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്തത് ഒരു മോശമായ കാര്യമാണ്. പലപ്പോഴും ജനങ്ങൾ സുഖം പ്രാപിച്ചതിന് ശേഷം ഒരു വളർച്ച എന്നത് സാത്താനാണ്. എല്ലാ രോഗങ്ങളും പിശാചിൽ നിന്നുമാണ്. ദൈവം തന്റെ മക്കളുടെ മേൽ രോഗത്തെ ഇടുന്നില്ല, പിശാചാണ് അത് ചെയ്യുന്നത്. സാത്താനെ തന്നെ പുറത്താക്കിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കാം സാത്താനും രോഗശാന്തി ചെയ്യാൻ കഴിയുമെന്ന്. കൊള്ളാം, എന്നാൽ അവനത് കഴിയില്ലെന്ന് യേശു പറഞ്ഞു. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിത്രിച്ചു പോയല്ലോ. അതുകൊണ്ട് അവന് കഴിയില്ല. ദൈവത്തിന് മാത്രമേ സുഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. മരുന്നും ഡോക്ടർമാരും സുഖപ്പെടുത്താമെന്ന് അവകാശപ്പെടുന്നില്ല. മേയോ ബ്രദേഴ്സ് നമുക്കുള്ള അധികാരികളിൽ ഏറ്റവും നല്ലൊരു കൂട്ടരാണ്. ഞങ്ങൾ രോഗശാന്തി അവകാശപ്പെടുത്തുന്നില്ല എന്നവർ പറഞ്ഞു. ഞങ്ങൾ പ്രാകൃതികമായിട്ട് സഹായിക്കുകയാണെന്ന് അവർ അവകാശപ്പെടുന്നു. ഒരൊറ്റ രോഗശാന്തിക്കാരനേ ഉള്ളൂ, അത് ദൈവമാണ്. നിങ്ങളുടെ കയ്യിലെ ഒരു സ്ഥാനത്തെ അവർക്ക് തയ്ക്കാൻ കഴിയും,
എന്നാൽ അവർക്കത് സുഖപ്പെടുത്താൻ കഴിയുകയില്ല. They can only sew it up. അവർക്കത് തയ്ച്ചു വെക്കാൻ മാത്രം കഴിയും. A dentist can sew it too, but he's going to heal the place. ഒരു ദന്തവൈദ്യന് ഒരു പല്ല് പറിച്ചു കളയാൻ കഴിയും, എന്നാൽ ആ സ്ഥാനത്തെ ആരാണ് സുഖപ്പെടുത്താൻ പോകുന്നത്? But a doctor can take a appendix out, but he's going to heal the place himself. ഒരു ഡോക്ടറിന് അപ്പൻഡിക്സ് എടുത്ത് കളയാൻ പറ്റും, എന്നാൽ അതിനുവേണ്ടി മുറിച്ച സ്ഥാനത്തെ ആരാണ് സുഖപ്പെടുത്തുന്നത്? God does. ദൈവമാണ് അത് ചെയ്യുന്നത്. Medicine doesn't build tissue. Medicine only aids, but ours is the healer. Right. മരുന്നുകൾ ജീവകോശങ്ങളെ നിർമ്മിക്കുന്നില്ല. മരുന്നുകൾ ഒരു രോഗശുശ്രൂഷ മാത്രമാണ്. ദൈവമാണ് രോഗശാന്തിക്കാരൻ. The doctor can set your arm, but when he comes to set your arm, you don't go out and you're not well. ഒരു ഡോക്ടറിന് നിങ്ങളുടെ ഒടിഞ്ഞ കരങ്ങളെ ചേർത്ത് വെക്കാൻ കഴിയും, എന്നാൽ നിങ്ങളുടെ കൈകളെ ചേർത്തതിനു ശേഷം നിങ്ങൾക്ക് എങ്ങും പുറത്തു പോകാൻ കഴിയുകയില്ല. നിങ്ങൾ സുഖമില്ലാതെയായിരിക്കുന്നു. The doctor does his part, or he's taught to do, and knowledge to do. ഒരു ഡോക്ടർ തന്റെ ജോലിയെ നിർവഹിക്കുന്നു. അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതുമായ കാര്യത്തെ ചെയ്യുന്നു. He sets your arm, but he leaves it for God to heal. That's right. അവൻ നിങ്ങളുടെ കൈകളെ ചേർത്ത് വയ്ക്കുന്നു, എന്നാൽ ദൈവം അതിനെ സുഖപ്പെടുത്തുന്നതിനായിട്ട് വിട്ടേക്കുന്നു. അത് ശരിയാണ്. All healing is of God. എല്ലാ രോഗശാന്തിയും ദൈവത്തിൽ നിന്നുമാണ്. So now you just believe, അതുകൊണ്ട് നിങ്ങളിപ്പോൾ അവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. and sometimes when those growths of life go out of them as a demon, well then those growths die. കൂടാതെ ചിലപ്പോൾ ആ വളർച്ചകളിൽ നിന്നും ദുഷ്ടാത്മാവിന്റെ ജീവൻ പോയി കഴിഞ്ഞതിന് ശേഷം ആ വളർച്ചകൾ നശിച്ചു പോകുന്നു. The life went out of you, or she would die. കാരണം ജീവൻ നിങ്ങളിൽ നിന്നും പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ മരിച്ചു പോകും. Your life will come in, but the body's still there. നിങ്ങളുടെ ജീവൻ നിങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കും, എന്നാൽ ശരീരം അപ്പോഴും അവിടെ തന്നെയുണ്ട്. It's true. അത് ചുരുങ്ങുവാൻ തുടങ്ങുന്നു. Is an undertaker here? No, but you human body, any flesh shrinks when the life is gone. ഇവിടെ അടക്കകർമ്മ ശുശ്രൂഷ നിർവാഹകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം, ഏതൊരു ശരീരവും ജീവൻ അതിൽ നിന്നും പോയി കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങുന്നു. That's a little animal when it's killed on the road. It'll sway. വഴിയപകടത്തിൽ ചത്തുപോകുന്നതായ ഏതെങ്കിലും ഒരു മൃഗത്തെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അത് ഭാരം വയ്ക്കാൻ തുടങ്ങുന്നു. Some of these hunters here, if you kill an animal, beef or butcher, and you lay it on the scale and weigh it down, you still it and weigh it, and in the morning weigh it again, 10 pounds, whatever it is. അല്ലെങ്കിൽ വേട്ടക്കാരായിട്ടോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കശാപ്പുകാരനായാലും, നിങ്ങളൊരു മൃഗത്തെ കൊന്നു കഴിഞ്ഞതിന് ശേഷം അതൊരു തുലാസിൽ ഉടനെ തന്നെ തൂക്കി നോക്കുക. പിന്നെ അടുത്ത ദിവസം രാവിലെ അത് തൂക്കി നോക്കിയിട്ട് അതിന് എത്രമാത്രം ഭാരം കുറഞ്ഞിരിക്കുന്നുവെന്ന് നോക്കുക. Then let it weigh there for 2 or 3 days, then see how many pounds heavier it is. അതിനുശേഷം 2-3 ദിവസത്തിന് ശേഷം അത് തൂക്കിയിട്ട് എത്രമാത്രം ഭാരമേറിയിരിക്കുന്നതായിരിക്കുന്നു എന്ന് നോക്കുക. A growth, when it dies, the demon goes out of the growth, like tumor, cancer, cataract, so forth. അങ്ങനെ ഇപ്പോൾ മുഴയോ അർബുദമോ തിമിരമോ അതുപോലെയുള്ള ഒരു വളർച്ച മരിച്ചു കഴിയുമ്പോൾ ദുഷ്ടാത്മാവ് അതിൽ നിന്നും പോകുന്നു. When the demon goes out of it, which is the life, അങ്ങനെ ദുഷ്ടാത്മാവ് അതിൽ നിന്നും പോയി കഴിയുമ്പോൾ അതൊരു ജീവനാകുന്നു. every person here comes from one little germ, and you begin to develop cells. ഇവിടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളും ഒരു ചെറിയ ബീജത്തിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. അത് കോശങ്ങളെ വളർത്താൻ തുടങ്ങുന്നു. And those cells come into the nature of the life that was in it, which made man. ആ കോശങ്ങൾ ആ മനുഷ്യനെ ഉണ്ടാക്കിയതായ അതിലുള്ള ജീവന്റെ സ്വഭാവത്തോടു കൂടെ വരുന്നു. The cell from the dog makes the dog, the bird the bird. അതായത് പട്ടിയിൽ നിന്നുള്ള കോശം പട്ടിയെ ഉണ്ടാക്കുന്നു, പക്ഷിയിൽ നിന്നുള്ള പക്ഷിയുമാകുന്നു. Ever as its nature, over time. എല്ലാം അതത് സ്വഭാവത്തോടു കൂടിയതായി വരുന്നു. But now a demon, which is growth, or it doesn't have to come and grow, it starts developing cells. ഇപ്പോൾ ഒരു വളർച്ചയായ ദുഷ്ടാത്മാവ് അല്ലെങ്കിൽ അതിന് വളർച്ചയിലേക്ക് എത്തേണ്ട ആവശ്യമില്ല, എന്നാൽ അത് കോശങ്ങളെ വികസിപ്പിക്കാൻ തുടങ്ങുന്നു. For instance, cancer ഉദാഹരണമായിട്ട് അർബുദ രോഗത്തെ എടുക്കാം. starts to developing cells and becomes larger, larger. അത് കോശങ്ങളെ വികസിപ്പിക്കാൻ തുടങ്ങുകയും അത് വലിപ്പം വെക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. Now it's got a life, and it's a living. അതിന് ഒരു ജീവനുണ്ട്, കൂടാതെ അത് ജീവിക്കുന്നു. Just the same as you was living and developing in the womb of your mother. അത് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ജീവിച്ചുകൊണ്ട് വളരാൻ തുടങ്ങുന്നത് പോലെ തന്നെയാണ്. The same thing you're developing. അതേ കാര്യം തന്നെയാണ്, നിങ്ങൾ വളരാൻ തുടങ്ങുന്നു. But now what that life is in your life is a different life. എന്നാൽ ആ ജീവൻ നിങ്ങളുടെ ജീവനല്ല, അതൊരു വ്യത്യസ്തമായ ജീവനാണ്. You've got life to live, and that's a life of death, or spirit death, rather. Pardon. നിങ്ങൾക്ക് ജീവിക്കുന്നതിനായി ജീവനുണ്ട്, അതൊരു മരണത്തിന്റെ ജീവനാണ്, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഒരു മരണത്തിന്റെ ആത്മാവാണ് എന്ന് പറയുന്നതാണ് ശരി. It's death. അത് മരണമാകുന്നു. Now it doesn't belong to you. It wasn't there before, but it's there now. ഇപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ അവകാശപ്പെട്ടിരുന്നതല്ല, ഇതിനു മുമ്പ് അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ അത് നിങ്ങളിലായിരിക്കുന്നു. Well, then you put that in there.
എങ്കിൽ ആരാണ് അതിനെ അവിടെ ഇട്ടത്? It only has to come from one thing, that's the devil. അതിനൊരു കാര്യത്തിൽ നിന്ന് മാത്രമേ വരാൻ കഴിയുകയുള്ളൂ, അത് സാത്താനാണ്. And it's a germ. അതൊരു ബീജമാണ്. Cancer, tumor, any of those things come from a germ. ക്യാൻസർ, മുഴകൾ, അതുപോലെയുള്ള ഏത് കാര്യങ്ങളും ഒരു ബീജത്തിൽ നിന്ന് വരുന്നു. And you come from a germ too. See? കൂടാതെ നിങ്ങളും ഒരു ബീജത്തിൽ നിന്നാണ് വരുന്നത്. So that dies. For instance, like cataract. അങ്ങനെ അത് മരിച്ചു കഴിയുമ്പോൾ ഉദാഹരണമായിട്ട് തിമിരത്തെ എടുക്കാം. The person got cataract when the spirit leaves. So people say, oh, I can see. തിമിരത്തിന്റെ രോഗമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഈ ആത്മാവ് പോയി കഴിയുമ്പോൾ എനിക്ക് കാണാൻ കഴിയും എന്നവർ പറയുന്നു. And the next day they can see much better. അടുത്ത ദിവസം അവർക്കൊന്നുകൂടി നല്ലതുപോലെ കാണാൻ കഴിയും. But then after about 72 hours, corruption proceeded. അതിന് ശേഷം ഏകദേശം 72 മണിക്കൂറിന് ശേഷം അത് ദ്രവിക്കാൻ തുടങ്ങുന്നു. That's the resurrection of Jesus. Now, the cells in corruption. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ ഇപ്പോൾ കോശങ്ങൾ ദ്രവിക്കുന്നില്ല. He raised the dead for 3 days and nights, of course. തീർച്ചയായും അവൻ 3 രാത്രി 3 പകലിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റപ്പെട്ടു. He got on fire and raised Sunday morning. അവൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മരിക്കുകയും ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്തു. They shall not be soul in hell, neither walk on the holy and be corrupted. കാരണം നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നു. The cells can be breaking 72 hours. ഈ കോശങ്ങൾ 72 മണിക്കൂറിനുള്ളിൽ നശിക്കാൻ തുടങ്ങുന്നു. And maybe the patient, when that begins to swell, like grow, getting bigger, they'll push your heart has to purify the bloodstream. അങ്ങനെ ആ രോഗിയുടെ ഈ കോശങ്ങൾ വീർക്കാൻ തുടങ്ങുകയും ആ വളർച്ച വലിയതാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കാരണം നിങ്ങളുടെ ഹൃദയത്തിന് ആ രക്തവാഹത്തെ ശുദ്ധിയാകേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീ എന്റെ അടുക്കൽ വന്നിരുന്നു. അവർ കാഴ്ചയ്ക്ക് വിശുദ്ധയും ഭക്തിയുമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ പ്രാർത്ഥനയുടെ നിരയിൽ കൂടി കടന്നു വന്നു. കൂടാതെ അവരുടെ മുടിയാൽ എല്ലായിടവും മറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അവരെ നോക്കുകയും ആത്മാവിലായിട്ട് അവളുടെ തലയിൽ ക്യാൻസർ ആണെന്ന് അവരോട് പറയുകയും ചെയ്തതായിട്ട് അവൾ എന്നോട് പറഞ്ഞു. കൂടാതെ അതിപ്പോൾ നിങ്ങളിൽ നിന്നും പുറത്തു പോകാൻ പോകുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് പുറത്തു വന്നു. അവരുടെ പക്കൽ ഇന്ന് രാത്രിയിൽ അത് ഒരു ലഹരി പാനീയത്തിന്റെ കുപ്പിയിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ 1000-ഓളം പേരുണ്ട്. ആ മഹിള ഈ കെട്ടിടത്തിലുണ്ടോ? ആ മഹിള ഈ കെട്ടിടത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അവർ എഴുന്നേറ്റ് നിൽക്കുമോ? അവർ അതിനെ ഒരു ലഹരി പാനീയത്തിലാക്കി വെച്ചിരിക്കുന്നു. ആ മഹിള ഈ കെട്ടിടത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കൈവീശി കാണിക്കുകയോ മറ്റോ ചെയ്യുക. അതിനാൽ ആർക്കെങ്കിലും നിങ്ങളെ കാണാൻ കഴിയും. അതെ, ആ ക്യാൻസർ രോഗത്തോടു കൂടി ആ മഹിള അത് അവിടെ നിൽക്കുന്നു. ഞാൻ അവരെ കണ്ടിരുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ അത് വെളുത്തു മാറിയിട്ട് ഇവിടേക്ക് തന്നെ വീണിരുന്നു. ഇപ്പോൾ അതൊരു അത്ഭുതമാണ്. സാധാരണയായിട്ട് ഈ വളർച്ച ചത്തു കഴിയുമ്പോൾ ജീവൻ അതിൽ നിന്നും പുറത്തു പോകുന്നു. എന്നാൽ ഈ വളർച്ചയ്ക്ക് വീണു പോകാൻ കഴിയുന്നില്ലെങ്കിൽ അതകത്ത് തന്നെയായിരിക്കുന്നു. അങ്ങനെ അതകത്ത് തന്നെയാണെങ്കിൽ അത് കുറച്ച് ദിവസത്തേക്ക് അവിടെ തന്നെയായിരിക്കുകയും പിന്നെ അത് വീർക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. മറ്റേതൊരു മാംസത്തെയും പോലെ ഈ കോശങ്ങൾ അഴുകാൻ തുടങ്ങുന്നു. അങ്ങനെ നിങ്ങൾ ശരിക്കും ഒരു പനിയോടുകൂടെ സുഖമില്ലാതെയാകുന്നു. കാരണം അതൊരു രോഗബാധയെ പോലെയാകുന്നു. ഹൃദയം രക്തത്തെ പമ്പ് ചെയ്തിട്ട് ശരീരത്തെ ശുദ്ധമാക്കുന്നു. ഒരു വലിയ മാംസകഷ്ണം നിങ്ങളുടെ ശരീരത്തിൽ അയഞ്ഞു കിടക്കുന്നു. ആ രോഗി ഉഗ്രമായ രോഗിയായി തീരുന്നു. അപ്പോൾ നിങ്ങൾ പറയും, പ്ലാറ്റ്ഫോമിൽ വെച്ചും അതിനുശേഷം 1-2 ദിവസവും എനിക്ക് വളരെ നല്ലതായി അനുഭവപ്പെട്ടിരുന്നു, എന്നാൽ എന്റെ രോഗശാന്തി എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. സഹോദര സഹോദരി, നിങ്ങൾക്ക് നിങ്ങളുടെ രോഗശാന്തി കിട്ടിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അടയാളമാണത്. എന്നാൽ അതിനുശേഷം നിങ്ങൾ അവിശ്വസിക്കാൻ തുടങ്ങുകയും നിങ്ങളുടെ വിശ്വാസം ആ വളർച്ചയിലെ ജീവനെ എടുത്തു കളഞ്ഞതുപോലെ തീർച്ചയായും
നിങ്ങളുടെ അവിശ്വാസം അത് തിരികെ വീണ്ടും കൊണ്ടുവരും. It will. It will. അത് വീണ്ടും കൊണ്ടുവരും. അത് അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. Remember, Jesus said when the unclean spirit gone out of the man walked in dry places, then he returned and set others free. ഓർക്കുക, യേശു പറഞ്ഞു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കുകയും അതിനുശേഷം വേറെ 7 ആത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവരുന്നു. അത് ശരിയല്ലേ? So let the good news of how faith here, no matter how you feel, അതുകൊണ്ട് ആ വീടിന്റെ നല്ല ഉടയവനായ വിശ്വാസം അവിടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ തോന്നിയാലും അതൊരു കാര്യമല്ല. it is what you feel, it's what you believe. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതല്ല കാര്യം. ഇത് നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് കാര്യം. Jesus never did say, did you feel it? He said, did you believe it? That was നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് യേശു ഒരിക്കലും ചോദിച്ചില്ല. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് അവൻ ചോദിച്ചത്. അതാണ് കാര്യം. God bless you. All right. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി. I believe that was 100 prayer cards you gave out last night, and why? വൈ എന്ന അക്ഷരത്തോടു കൂടിയ 100 പ്രാർത്ഥനയുടെ കാർഡുകളാണ് അവർ കഴിഞ്ഞ രാത്രിയിൽ വിതരണം ചെയ്തിരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. Never got to all of them. അവരെ എല്ലാവരെയും നമുക്കെടുക്കാൻ കഴിഞ്ഞില്ല. Let's take the last 15 of them tonight to try. ഇന്ന് രാത്രിയിലേക്ക് നമുക്കതിന്റെ അവസാനത്തെ 15 പേരെ എടുത്ത് ശ്രമിച്ചു നോക്കാം. Who has prayer card 85? പ്രാർത്ഥനയുടെ കാർഡിന്റെ അക്കമായ 85 ആരാണ്? Who has prayer card 85? ആരുടെ പക്കലാണ് പ്രാർത്ഥനയുടെ കാർഡായ 85 ഉള്ളത്? Would you raise your hand if somebody says somewhere in the prayer card 85? ആരെങ്കിലും ഇവിടെയോ പിന്നിലായിട്ടോ എവിടെയോ ആണ് പ്രാർത്ഥനയുടെ കാർഡായ 85 ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണിക്കുമോ? Right, 86. Who has prayer card 86? All right. ശരി. 86 പ്രാർത്ഥനയുടെ കാർഡായ 86 ആരുടെ പക്കലാണുള്ളത്? ശരി. 87. Do I see someone with prayer card 87, please? 87 പ്രാർത്ഥനയുടെ കാർഡായ 87മായിട്ട് എനിക്ക് ദയവായി ആരെങ്കിലും കാണാൻ കഴിയുമോ? Would you stand up? 80 or 87 in front? നിങ്ങൾ ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കുമോ? ശരി. 87. See somebody maybe you get up, maybe you're on a stretcher, maybe you're deaf, and they say, well, no one help me. ആരെങ്കിലും ചിലർ എഴുന്നേൽക്കാൻ വയ്യാതായിരിക്കാം. ചിലപ്പോൾ അവർ കിടക്കയിൽ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ കേൾക്കാൻ കഴിയാത്തവരാകാം. എങ്കിൽ പിന്നെ അവർ പറയും, ആരും എന്നെ സഹായിച്ചില്ല എന്ന്. I could get backfired in my office. അതിന്റെ പ്രതികരണം എനിക്ക് എന്റെ കാര്യാലയത്തിൽ വെച്ച് കിട്ടാറുണ്ട്. They say, no, I was there, and you just said from so-and-so to so-and-so, and nobody helped me, maybe you were deaf. കൊള്ളാം, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇന്ന ആളെയെല്ലാം വിളിച്ചു, ആരും എന്നെ സഹായിച്ചില്ല എന്ന് അവർ വന്ന് പറയും. ചിലപ്പോൾ അവർ കേൾവില്ലാത്തവരാകാൻ ഇടയുണ്ടാകും. We got 85, 86, 87. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് 85, 86, 87 ഉണ്ട്. Your neighbor's car, you see, you may be deaf, you can hear. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ കാർഡുകളെ നോക്കുക. അവർ ചിലപ്പോൾ ബദറിനായിട്ട് കേൾക്കാൻ കഴിയില്ലായിരിക്കാം. 87, thank you, sister. 87, നന്ദിയുണ്ട് സഹോദരി. 88, you had 88. Prayer card 88, is it in the bill? 88, all right. 88 ആരുടെ പക്കലാണ് 88 ഉള്ളത്? പ്രാർത്ഥനയുടെ കാർഡായ 88 ഈ കെട്ടിടത്തിലുണ്ടോ? 88 ശരി. 89, prayer card 89. 89 പ്രാർത്ഥനയുടെ കാർഡ് 89 ആർക്കാണുള്ളത്? You get up. നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ? 89, is it true that for 89? 89 ആ കൈകൾ ഉയർത്തിയിരിക്കുന്നത് 89 ആണോ? Or 89? ശരി. 89 All right, 90? 90? ശരി. 90 വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതാണ് ഇപ്പോൾ അവസാനമായിട്ടുള്ളത്. Now, with everyone here, if you just do now what he says do, ഇപ്പോൾ ഇവിടെയുള്ളവരായ എല്ലാവരും അവൻ എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യുക. no matter what he says do, you do it. Just do it. ഇപ്പോൾ അവൻ എന്ത് തന്നെ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ അത് ചെയ്യുക. അത് മാത്രം ചെയ്യുക. Just to do what he says do. അതെന്താണോ പറയുന്നത് നിങ്ങൾ പോയിട്ട് അത് തന്നെ ചെയ്യുക. I'm your brother, and just a man. ഞാൻ നിങ്ങളുടെ സഹോദരനും വേറെ ഒരു മനുഷ്യനുമാകുന്നു. Now, if he will come and take this poor friend and bless him to let his Holy Spirit work with him, then you'll see Jesus Christ moving in the arms. എന്നാൽ അവൻ ഇവിടേക്ക് വന്ന് ഈ പാപം ശരീരത്തെ എടുത്ത് അത്രമാത്രം അനുഗ്രഹിച്ചിട്ട് അവന്റെ പരിശുദ്ധാത്മാവ് ഇതിൽ കൂടെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഈ ശ്രോതാക്കളുടെ ഇടയിൽ നടക്കുന്നത് കാണാനിടയാകും. And now, no matter how much he was vindicating himself here, if you don't believe him, you can't do nothing for him. Is that right? അവൻ എത്രമാത്രം അവനെ തന്നെ സ്വയമായി ഇവിടെ വെളിപ്പെടുത്തിയാലും നിങ്ങൾ അവനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ
അവന് നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അത് ശരിയല്ലേ? No matter if you see 98 by my side, physically if you could see. Well, if you didn't believe me, I couldn't do nothing for you. അവൻ എന്റെ ഒരു വശത്തായിട്ട് ഇവിടെ നിങ്ങൾക്ക് അവനെ കാണാവുന്ന രൂപത്തിൽ തന്നെ നിന്നിരുന്നാലും അതൊരു കാര്യമല്ല. എന്നാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് യാതൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുകയില്ല. My word will be just what you have said out of the Scripture, and I'll pray with all my heart that God will help me. എന്നാൽ എന്റെ വാക്കുകൾ അവൻ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വചനങ്ങൾ തന്നെയായിരിക്കും. കൂടാതെ ദൈവം നിങ്ങളെ സഹായിക്കുന്നതിനായി ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നതാണ്. കാരണം അവർ ഒരുപക്ഷെ അമ്മമാരും അപ്പന്മാരും രോഗിതരായും പീഡിതരായും ആവശ്യക്കാരെയും മറ്റും ഇവിടെയായിരിക്കുന്നു. എനിക്ക് കഴിയാവുന്നിടത്തോളം ദൈവം നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നതാണ്. ശരി, ഇവിടെ വലതുവശത്തായിട്ട് വരിയിൽ നിൽക്കുക. ഒരു നിമിഷത്തേക്ക് നാം എല്ലാവരും നമ്മുടെ തലകളെ വണങ്ങാം. കരുണയുള്ളവനായ പിതാവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവിടേക്ക് വന്ന് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തണമേ എന്ന് അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And make them to be whole, make them well, make them healthy, happy. ഇവിടെ ആയിരിക്കുന്ന ഈ ജനങ്ങളെ അനുഗ്രഹിക്കണമേ. അവരെ സൗഖ്യമാക്കുകയും രോഗവിമുക്തരാക്കുകയും ആരോഗ്യവും സന്തോഷവും ഉള്ളവരാക്കി തീർക്കണമേ. Now, in order to do this, Father, down the trail and thy servant. അങ്ങനെ ഇപ്പോൾ പിതാവേ, ഇത് ചെയ്യുന്നതിന് വേണ്ടി അങ്ങയുടെ ദാസന്റെ ദുർബലതയെ നീ അറിയുന്നുവല്ലോ. എന്താണ് പറയേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നോ എനിക്കറിയില്ല. ഇപ്പോൾ അങ്ങയുടെ കൽപ്പന പ്രകാരം ഞാനിതെല്ലാം ചെയ്തിരിക്കുകയും കൂടാതെ ഇന്ന് രാത്രിയിൽ ഈ ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി നീ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. If you just let the Holy Spirit come to your servant and reveal these things, what we should do and how we should do this, then we will all be happy and rejoice. കൂടാതെ പിതാവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ ദാസന്റെ മേൽ വരാനിടയാക്കിയിട്ട് ഈ കാര്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നീ ഞങ്ങളോട് പറയുകയുമെങ്കിൽ പിന്നെ ഞങ്ങൾ അതിൽ സന്തോഷവും ആനന്ദവും ഉള്ളവരായിരിക്കും. ഏകഹൃദയത്തോടും ഏക മനസ്സോടും ഈ ശ്രോതാക്കൾ നിന്നെ വിശ്വസിക്കും. പിതാവേ, ഒരൊറ്റ ദുർബലനായ വ്യക്തിയും ഈ കെട്ടിടത്തിൽ ഇന്ന് രാത്രിയിൽ ഉണ്ടായിരിക്കരുത് എന്ന് നിന്റെ ദാസനായ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവരിൽ ഓരോരുത്തരും സുഖപ്പെട്ടും ആരോഗ്യമുള്ളവരായി ആനന്ദിച്ചും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. പിതാവേ, അങ്ങനെ ചെയ്യുമോ? എന്റെ ഹൃദയത്തിൽ കൃപയോടും വിശ്വാസത്തോടും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ആ ലൈറ്റിന്റെ അടുക്കൽ നിൽക്കുന്ന ആരെങ്കിലും ആ ലൈറ്റുകളെ അവിടെ നിന്ന് മാറ്റുവാൻ കഴിയുമോ? ചിലപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരികയും നിങ്ങളിൽ പലരും ആ പടം കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും വീണ്ടും ഇവിടേക്ക് വരികയാണെങ്കിൽ ഞാൻ അതിൽ കുറച്ചെടുത്തുകൊണ്ടുവരാം. അതിനെപ്പറ്റി സഹോദരൻ മൂറെ ഇന്ന് രാത്രിയിൽ പറഞ്ഞിരുന്നു. പലവട്ടം അതെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ പുസ്തകങ്ങളിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടിയിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്റെ പക്കൽ 2 പെട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതുമായി വാസ്തവത്തിൽ സംതൃപ്തമാകുമെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പടം കൂടി കാണാൻ കഴിയും. അത് ആർക്കൻസാസിലെ കാംഡനിൽ വെച്ചൊരു പത്രക്കാരനായ പടമെടുക്കുന്നവൻ അത് പിടിച്ചെടുത്തതാണ്. എന്നാൽ അത് അമേരിക്കൻ അസോസിയേഷനിലാൽ ഇതുപോലെ പ്രമാണീകരിക്കപ്പെട്ടതല്ല.
അവർ അത് പിടിച്ചെടുക്കുകയും അതിനുശേഷം അത് പ്രമാണീകരിക്കപ്പെടുകയും ചെയ്തു. So and many thousands of people ആയിരക്കണക്കിന് ജനങ്ങൾ standing on the river here some time ago, baptizing 500 after the revival, and he come right down where I was standing. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു ഉണർവിന് ശേഷം 500ഓളം പേരെ സ്നാനപ്പെടുത്തിക്കൊണ്ട് നദിക്കരയിൽ നിൽക്കുമ്പോൾ അത് നേരെ ഞാൻ നിൽക്കുന്നിടത്തേക്ക് വന്നു. People fainted and it was ജനങ്ങൾ ബോധം കെട്ടു വീണു. അത് അവിടെ തന്നെയായിരുന്നു. it was just like a roar noise and whipping fire. അതൊരു അലറുന്ന ശബ്ദം പോലെയും പെട്ടെന്നുള്ള ഒരു തീ പ്രഹരം പോലെയുമായിരുന്നു. I pray that God will come visible before the audience tonight in that manner. If the family once more, if I can find favor with God, എനിക്ക് ദൈവത്തോട് കൃപ ലഭിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ അതേ രീതിയിൽ തന്നെ ഈ അമേരിക്കൻ കോൺഗ്രസ് മന്ദിരത്തിലേക്ക് ഒരു വട്ടം കൂടി ഈ ശ്രോതാക്കളുടെ മുമ്പിലേക്ക് കാണപ്പെടുന്നതായ രീതിയിൽ ദൈവം വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. it could come to some eyes and wouldn't to others. ചിലർക്കത് അവരുടെ കണ്ണുകളാൽ കാണാൻ കഴിയുകയും ചിലർക്കത് കഴിയുകയുമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. We don't want to think that, but it does. നാം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അത് അപ്രകാരമാണ്. John is the one who bare record seeing the Spirit of God over Jesus. Is that right? ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ മേലെയായി കാണുന്നതിന് യോഹന്നാൻ സാക്ഷ്യം വഹിച്ചിരുന്നു. അത് ശരിയല്ലേ? Don't say the audience. ശ്രോതാക്കൾ എന്നവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. The wise men follow the star. വിദ്വാൻമാർ നക്ഷത്രത്തെ പിന്തുടർന്നിരുന്നു. You believe that? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? And that's over every observatory in the land, always in order. Weeks and months. ആഴ്ചകളോളവും മാസങ്ങളോളവും അത് പൂർവ്വദിക്കിൽ നിന്നും ദേശത്തുള്ള എല്ലാ നക്ഷത്ര നിരീക്ഷണശാലകളുടെയും മുകളിൽ കൂടെ അത് പോയിരുന്നു. And they set time to the stars. നക്ഷത്രങ്ങളെ നോക്കി അവർ സമയം ഉറപ്പിച്ചിരുന്നു. Watched all night long. Just not been no one ever saw. രാത്രി മുഴുവൻ അവർ അത് നിരീക്ഷിക്കുകയും സമയത്ത് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആരും അതിനെ എപ്പോഴെങ്കിലും കണ്ടിരുന്നില്ല. The wise men did, for they were looking for it. എന്നാൽ വിദ്വാൻമാർ കണ്ടിരുന്നു, കാരണം അവർ അതിനുവേണ്ടി നോക്കിക്കൊണ്ടിരുന്നു. You can look into Christ tonight, you'll see. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിന് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടാകാം, എന്നാൽ നിങ്ങൾ അവനെ കാണും. കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Billy, brother, somebody ശരി, ബില്ലി പോളും സഹോദരൻ മൂറയും നിങ്ങൾ ആരെങ്കിലും ഇത് തയ്യാറാക്കിയിരിക്കുന്നുണ്ടല്ലോ. ശരി, ബില്ലി, ആ 15 പേർ മുഴുവനും ഒരേ നിരയിൽ തന്നെ ആയിരിക്കുന്നു. എല്ലാ 15 പേരും നിരയിലായിരിക്കുന്നു. ഇപ്പോൾ ബാക്കിയുള്ളവരായി നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ ലഭിക്കാതെയായിട്ട് നിങ്ങൾ ഈ നിരയിലാകുന്നില്ല എന്നറിയുന്നു. നിങ്ങളിത് നോക്കിയിട്ട് വിശ്വസിക്കുക മാത്രം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന്റെ വസ്ത്രത്തെ തൊട്ട സ്ത്രീയുടെ അതേ തരത്തിലുള്ള വിശ്വാസമായിട്ട് ഇത് വിശ്വസിക്കുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് അവൻ തിരിഞ്ഞിട്ട് അവളോട് പറഞ്ഞു. ഇന്ന് രാത്രിയിലും അവൻ അനന്യനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ ആ ജനക്കൂട്ടത്തിന്റെ ബഹളത്തിനിടയിലും ആ പാവം ചെന്ന കുരുടനായ മനുഷ്യൻ യെരിഹോവിന്റെ മതിലിനടുത്തിരുന്നു കൊണ്ട് ഒരുപക്ഷെ ഈ കെട്ടിടത്തിന്റെ ഇരട്ടി ദൂരമായിരുന്നേക്കാം, എന്നാൽ അവൻ അവിടെ ഇരുന്നു കൊണ്ട് എന്നോട് ദയ തോന്നണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ച് നിലവിളിക്കുകയായിരുന്നു. യേശു ഒരുപക്ഷെ അവന്റെ നിലവിളി കേട്ടില്ലായിരുന്നിരിക്കാൻ ഇടയുണ്ട്, എന്നാൽ അവന്റെ വിശ്വാസം അവൻ അനുഭവപ്പെട്ടു. അതവന്റെ മനസ്സിളക്കി. ആ വിമർശകരായ കൂട്ടത്തിന്റെ ഇടയിൽ വെച്ചും അവൻ തിരിഞ്ഞിട്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ പിന്തുടരുന്നവരുടെ ഇടയിലേക്ക് തിരിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. കിണറ്റുകരയിലെ വെള്ളം കോരുന്ന സ്ത്രീയോട് അവൻ പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. പിതാവെനിക്ക് കാണിച്ചു തന്നിട്ടല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചില കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളോട് എന്താണോ പറഞ്ഞത് അത് സത്യമാണെങ്കിൽ പിന്നെ ദൈവം തന്റെ വചനത്തോട് കടപ്പെട്ടിരിക്കുന്നു. എന്നോടല്ല, എന്നാൽ അവന്റെ വചനത്തോടാണ്. അത് ശരിയല്ലേ? അവൻ അവന്റെ വചനത്തോട് കടപ്പെട്ടിരിക്കുന്നു.
exactly the way he said he would do it. എങ്കിൽ പിന്നെ അവൻ ചെയ്യുമെന്ന് പറഞ്ഞ പ്രകാരം തന്നെ അവൻ അത് സംഭവിക്കാനിടയാക്കും. And if he does do it, we're already waiting here. If you haven't received Jesus Christ, would you be willing to do it? അവൻ അപ്രകാരം അത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇതുവരെയും യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതിന് തയ്യാറാകുമോ? And you to share that instead of mercy to others, he will have mercy to you if you just have faith and believe. മറ്റുള്ളവരുടെ മേൽ അവന്റെ കരുണയെ കാണാൻ കഴിയുന്നവരായ നിങ്ങൾ, അതെ, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളോട് കരുണ കാണിക്കും. Just pray and say, Lord, I'm a believer and I want you to heal me tonight. കർത്താവേ, ഞാനൊരു വിശ്വാസിയാണ്, ഇന്ന് രാത്രിയിൽ നീ എന്നെ സുഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക. And God will do it. എങ്കിൽ ദൈവം അത് ചെയ്യും. We have just left Africa recently. We're on to return again in the next few weeks. ഈ അടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ആഫ്രിക്കയിൽ പോയിട്ട് വന്നിരുന്നതേ ഉള്ളൂ. അടുത്ത കുറച്ചാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഞങ്ങൾ അവിടേക്ക് പോകുന്നതാണ്. Africa, India, Palestine, Germany, and the ministry. ആഫ്രിക്കയിലും ഇന്ത്യയിലും പലസ്തീനിലും ജർമ്മനിയിലും ശുശ്രൂഷയുണ്ട്. And at Durban, South Africa, after about 3 or 4 people had passed through the prayer line, and they see the power of the Holy Spirit moving in the people and seeing what God was doing, 30,000 accepted Jesus as personal Savior in one altar call. സൗത്ത് ആഫ്രിക്കയിലെ ഡർബാനിൽ വെച്ച് പ്രാർത്ഥനയുടെ നിരയിൽ കൂടി 3-4 പേർ കടന്നുപോയതിനു ശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തി ജനങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നത് അവർ കാണുകയും കൂടാതെ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് അവർ കാണുകയും 30,000 പേർ ഒരൊറ്റ വേദിയിലേക്കുള്ള വിളിയിൽ യേശു ക്രിസ്തുവിനെ അവരുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. 30,000 at one time. ഒരൊറ്റ വട്ടം തന്നെ 30,000 പേർ സ്വീകരിച്ചു. So I believe that we'll take God's word as a rule and go into all the world and preach the gospel. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തെ ഒരു കൽപ്പനയായിട്ട് എടുത്ത് ലോകമെങ്ങും പോയി പ്രസംഗിക്കുകയാണെങ്കിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. The gospel came not in word only, but through power and demonstration of the Holy Spirit. സുവിശേഷം വാക്കിനാൽ മാത്രമല്ല, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും പ്രകടനത്തോടുമാണ് വന്നിരിക്കുന്നത്. So the gospel is demonstrating the power of the Holy Spirit. അതുകൊണ്ട് സുവിശേഷം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രകടമാക്കുന്നതാണ്. ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് മിഷനറിയെ വേണ്ട എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നതിന് കൂടുതലായി അതിനെപ്പറ്റി ഞങ്ങൾക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ അത്രയും അധികം വിശ്വാസമുള്ള ആരെങ്കിലും എടുത്ത് വെളിപ്പെടുത്തുന്നതാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് അവർ പറയുന്നു. അതാണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്രകാരമാണ് അവർ പരിവർത്തനം ചെയ്യപ്പെടുന്നത്. അപ്രകാരമാണ് അവർ ക്രിസ്തുവിനെ കണ്ടുപിടിക്കുന്നത്. കാരണം ആ രീതിയിലാണ് അവർ വിശ്വസിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള വളരെയധികം ജനങ്ങൾ അതേ ക്രിസ്തുവിനെ തന്നെ അവരുടെ ഹൃദയങ്ങളിൽ കണ്ടുപിടിക്കുമെന്ന് ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. നസറായനായ യേശു നിങ്ങളിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇപ്പോൾ തയ്യാറാണോ? ദൈവത്തെ ആരും തേടുന്നില്ല, ദൈവമാണ് മനുഷ്യനെ തേടുന്നത്. ലോകത്തിലെങ്ങും ഒരു മനുഷ്യൻ ദൈവത്തെ തേടിയതായിട്ടുണ്ടായിട്ടില്ല. ദൈവമാണ് മനുഷ്യനെ തേടുന്നത്. ആദ്യമായിട്ട് മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ വെച്ച് വീണുപോയത് മനുഷ്യന്റെ സ്വഭാവത്തെ കാണിക്കുന്നു. മനുഷ്യൻ സ്വയം അവനെ തന്നെ ഒളിക്കുകയും ദൈവം അവനെ തേടുകയുമായിരുന്നു. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞു. അതിനുവേണ്ടി ആദ്യമായിട്ട് പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിരിക്കണം. അതിനുശേഷം ഒരു ദർശനത്തെ കാണുന്നതിനെ പറ്റി എന്തെങ്കിലും നിങ്ങളോട് വിശദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ സ്വപ്നം കണ്ടിട്ടുള്ളവരായ എത്ര പേർ ഇവിടെയുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കുക. നിങ്ങളിൽ ഭൂരിപക്ഷവും എന്നെ അനുഭവിക്കുന്നു. വളരെയധികം ആളുകൾ സ്വപ്നം കാണാറില്ല എന്നുള്ളത് സത്യമാണ്.
അത് നിങ്ങളുടെ ഉപബോധ മനസ്സാണ് എന്ന് നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. Here's your first conscience. Here's your subconscious. ഇവിടെ നിങ്ങളുടെ ആദ്യത്തെ ബോധവും പിന്നെ ഇവിടെയായിട്ട് ഉപബോധവുമാകുന്നു. This subconscious is what I'm trying with the Holy Spirit to work on. ഈ ഉപബോധത്തെയാണ് പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. This first conscience, I might ask this man here, any man along with him, do you believe? Oh, yes, sir. ഇതാദ്യത്തെ ബോധമാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ആരോടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാനിടയുണ്ട്. ഓ അതെ ഉണ്ട് സാറേ എന്ന് ഞാൻ പറയും. Believe it here, but what about this man down here? നിങ്ങൾ അത് ഇവിടെയായിട്ട് വിശ്വസിക്കുന്നു, എന്നാൽ ഇവിടെ ഉള്ളിലായിരിക്കുന്ന ഈ മനുഷ്യനെ കുറിച്ച് എന്ത് പറയുന്നു? He's the one that runs the ship, not the man up in the pilot house. അവരാണ് കപ്പൽ ഓടിക്കുന്നത്, അത് പൈലറ്റിന്റെ മുറിയിലിരിക്കുന്നവനല്ല. The man in the engine room. ഇത് യന്ത്രമുറിയിലായിരിക്കുന്ന മനുഷ്യനാണ്. Sometimes when you go to sleep, you go into this subconscious and you dream. And you dream of things you did when you were here. ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ഉപബോധത്തിലായിട്ട് നിങ്ങൾ സ്വപ്നങ്ങൾ കാണും. നിങ്ങൾ ഇവിടെ ആയിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ സ്വപ്നങ്ങൾ കാണും. Then when you wake up, you remember things that you dreamed. അതിനുശേഷം നിങ്ങൾ ഉണരുകയും നിങ്ങൾ സ്വപ്നം കണ്ടതായ കാര്യങ്ങളെ നിങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു. People that dreams many years ago, you dreamed them, you still remember. നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടിരിക്കുകയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് അത് കണ്ടിരിക്കുകയും ഇപ്പോഴും അത് ഓർക്കുകയും ചെയ്യുന്നു. Well, there was some part of you somewhere. Isn't that right? Oh, you wouldn't remember. Something that you dreamed many years ago. നിങ്ങളുടെ ഏതോ ഒരു ഭാഗം എവിടെയോ അതിലുണ്ടായിരുന്നു, അത് ശരിയല്ലേ? അല്ലെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടിരുന്നതായ സ്വപ്നം നിങ്ങൾ ഓർക്കുകയില്ല. Now the man who sleeps down, his subconscious is way back. He never gets dreamed. ഇപ്പോൾ ശരിയായ ഉറക്കത്തിലായിരിക്കുന്ന മനുഷ്യന്റെ ഉപബോധം വളരെ പിന്നിലായിരിക്കുന്നു, അത് അവന്റെ അടുക്കൽ എത്തുന്നില്ല. But fear, his subconscious is not back there, neither is it here. It's right here. എന്നാൽ ഒരു ദീർഘദർശിയുടെ ഉപബോധം ഇവിടെ പിന്നിലായിട്ടല്ല, അതുപോലെ അത് ഇവിടെയും ആയിരിക്കുന്നില്ല, എന്നാൽ അത് ഇവിടെയാകുന്നു. Doesn't go to sleep. He's got his eyes open and he's got seeing. ദർശനം കാണുമ്പോൾ അവൻ ഉറങ്ങുകയില്ല, അവന്റെ കണ്ണുകൾ തുറന്നിരിക്കുകയും അവൻ കാണുകയും ചെയ്യുന്നു. I bet God give that man a place where he could sleep sound and not dream. ദൈവം അവനൊരു സ്ഥാനം കൊടുക്കുകയും അവിടെ അവൻ ഉറങ്ങാനും ശരിയായ സ്വപ്നം കാണുവാനും കഴിയും. God gave man the way to dream dreams. സ്വപ്നം കാണുന്നതിനായി ദൈവം മനുഷ്യനൊരു വഴി ഒരുക്കി കൊടുത്തു. Say, dream me a dream. You couldn't do it. എനിക്ക് വേണ്ടി ഒരു സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കഴിയുകയില്ല. Then God put in the church some apostles, prophets, Mr. King. Is that right? എന്നാൽ ദൈവം ചിലരെ സഭയിൽ അപ്പോസ്തലരായും പ്രവാചകന്മാരും രോഗശാന്തിയുടെ വരവുമായി വെച്ചിരിക്കുന്നു, അത് ശരിയല്ലേ? All for the perfecting of the church. അവയെല്ലാം സഭയെ സമ്പൂർണ്ണതയിൽ എത്തിക്കുന്നതിനാകുന്നു. Paul said if you all speak with tongues and the unlearned comes in, won't he say you're all mad? നിങ്ങൾ ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുകയും അറിവില്ലാത്തവർ അകത്ത് കടന്നു വരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ? But if one prophesies and reveals the secrets of the heart, won't they fall down and say, surely God is with you? എന്നാൽ ഒരുവൻ പ്രവചിക്കുകയും ഹൃദയരഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അവൻ കവണ്ടു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഏറ്റു പറയുകയില്ലയോ എന്ന് പൗലോസ് തന്നെ പറയുന്നുവല്ലോ. Is that right? അത് ശരിയല്ലേ? That's the gospel. അത് സുവിശേഷമല്ലേ? Wasn't that Jesus Christ yesterday? അത് യേശുക്രിസ്തു ഇന്നലെയല്ലേ? Is he today? അവൻ ഇന്നും അതല്ലേ? You can believe him by speaking with tongues. അന്യഭാഷ സംസാരിക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് അവനെ വിശ്വസിക്കാം. You believe him by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. Now I believe him with full measure what he is. The same Lord Jesus. എന്നാൽ അവൻ അതേ കർത്താവായ യേശു തന്നെയെന്ന് പൂർണ്ണ അളവോടുകൂടി ഞാൻ വിശ്വസിക്കുന്നു. He's not dead. He rose from the dead and here tonight. Here at the platform now. അവൻ മരിച്ചവനല്ല, അവൻ മരിച്ചവരിൽ നിന്ന് വേർത്തെഴുന്നേൽക്കുകയും ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുകയും ഇപ്പോൾ ഇവിടെ ഈ പ്രസംഗപീഠത്തിലായിരിക്കുകയും ചെയ്യുന്നു. And may he bless and help. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. I've never been in this country before. ഞാൻ ഇതിനു മുമ്പ് ഈ ദേശത്തായിരുന്നിട്ടില്ല. As far as I know, there's not a living soul that I can see before me that I know. എനിക്കറിയാവുന്നിടത്തോളം എന്റെ മുമ്പിൽ നിൽക്കുന്നവരിൽ ഒരൊറ്റ പ്രാണിയെ പോലും എനിക്കറിയില്ല. പ്ലാറ്റ്ഫോമിൽ തന്നെയും വളരെ കുറച്ചു പേർ മാത്രം. സഹോദരൻ ബോസിനെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന് അടുത്തിരിക്കുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല. എന്നാൽ അത് സഹോദരൻ ലിൻസി ആകുന്നു. ഈ കെട്ടിടത്തിൽ എനിക്കറിയാവുന്നവരായി 3-4 ശുശ്രൂഷകരാണുള്ളത്. എന്നാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അറിയുന്നു. അത് സത്യമല്ലേ?
അവൻ നിങ്ങളെ എല്ലാവരെയും അറിയുന്നു. Now this lady standing here, God in heaven knows I've never seen her in my life as I know her. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ മഹിളയെ എനിക്കറിയാവുന്നിടത്തോളം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. Are we strangers, lady? നാം അപരിചിതരല്ലേ മഹിളെ? We are perfect strangers. ഞങ്ങൾ ശരിക്കും അപരിചിതരാണ്. But God knows her. എന്നാൽ ദൈവം അവളെ അറിയുന്നു. Now, if Jesus is the same yesterday, today, and forever, let's change the picture now. എന്നാൽ ഇപ്പോൾ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ നമുക്കിപ്പോൾ ഈ പടപ്പ് മാറ്റിക്കളയാം. What he was yesterday, when he was going to find out something about a woman, he said, "Bring me a drink." ഒരു സ്ത്രീയെക്കുറിച്ച് എന്തോ കണ്ടുപിടിക്കാനായി പോയപ്പോൾ എനിക്ക് കുടിപ്പാൻ തരിക എന്നവൻ പറഞ്ഞപ്പോൾ അവൻ ഇന്നലെ എന്തായിരുന്നു? She said, customary for this to happen in Jews and so forth with the Samaritans. നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് അവൾ ചോദിച്ചു. But Jesus speaking to her a little while, he found just where her trouble was. Is that right? എന്നാൽ യേശു അവളോട് കുറച്ച് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അവളുടെ കുഴപ്പം എന്താണെന്ന് കണ്ടുപിടിച്ചു. അത് ശരിയല്ലേ? Now Jesus is risen from the dead, now is living in us tonight. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ഇപ്പോൾ നമ്മൾ വസിക്കുകയും ചെയ്യുന്നു. While the world sees me no more, yet you shall see me, for I. കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങളോ എന്നെ കാണും. കാരണം As a personal pronoun. ഞാൻ ഒരു വ്യക്തിപരമായ സർവനാമമാണ്. I will be with you, even in you, to the end of the world. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളിലുമായിരിക്കും. That's the gospel truth. ഇപ്പോൾ അത് സുവിശേഷ സത്യമാണ്. You might not have read it that way, or thought of it that way, but that's the way it's written in the Bible. നിങ്ങൾ ചിലപ്പോൾ അപ്രകാരം അത് വായിച്ചിട്ടുണ്ടാകുകയില്ല, അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാകുകയില്ല. എന്നാൽ ആ രീതിയിലാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. Your theology might have bypassed it somewhere, but that's the way it's written in the Bible. നിങ്ങളുടെ വേദശാസ്ത്രം എവിടെയെങ്കിലും അതിനെ കുറുക്കൊഴിയിലാക്കിയിട്ടുണ്ടാകാം, എന്നാൽ തിരുവെഴുത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. I will be with you, even in you, to the end of the world. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഉള്ളിലുമായിരിക്കും. You know I'm waiting for something that is true. ഞാൻ എന്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് സത്യമാണ്. It's the angel of the Lord. That's true. അത് കർത്താവിന്റെ ദൂതനാണ്. അത് സത്യമാണ്. നിങ്ങളിൽ ആരെയും പോലെ ഞാനും എനിക്ക് കഴിയാവുന്നിടത്തോളം നിസ്സഹായനാകുന്നു. ഞാനൊരു പക്ഷേ ഇവിടെ വിമർശകരോടൊപ്പമായിരിക്കാമായിരിക്കുന്നത്. എന്റെ യോഗങ്ങളിൽ വെച്ച് ആ വലിയ പ്രകാശം കടന്നു വരുന്നതിന് ശാസ്ത്രീയമായി അതിന്റെ പടങ്ങൾ എടുത്തിരിക്കുന്നത് കണ്ടിട്ടുള്ളവരായി എത്ര പേരുണ്ട്? അതെ, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട്. ഓ, അതിന്റെ 1000-ഓളം കോപ്പികൾ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഹൂസ്റ്റൺ ടെക്സാസിലെ ഡഗ്ലസ് സ്റ്റുഡിയോയിൽ അതുണ്ട്. അമേരിക്കയിലെ ഏറ്റവും നല്ല ഗവേഷകനായ ജോർജ് ജെ ലേസി അതെടുത്ത് പരിശോധന നടത്തുകയും അത് രണ്ടായിട്ട് പ്രകാശനം നടത്തിയതാണോ എന്നും മറ്റും നോക്കിയിരുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ തീർച്ചയായും ഞാൻ അവന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അവൻ എന്നെ സഹായിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും ആത്മപ്രശംസയായി പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവന്റെ രീതിയിലല്ലാതെ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അതെന്നോട് ക്ഷമിക്കട്ടെ. ഞാൻ അങ്ങനെ ചെയ്യാൻ അർത്ഥമാക്കിയിട്ടില്ല. എന്റെ ഹൃദയത്തിൽ താഴ്മയോട് എന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നവനായി യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കാൻ മാത്രമാണ് ഞാൻ അർത്ഥമാക്കിയിരുന്നത്. അവന്റെ കരുണ ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കട്ടെ. ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയും കൂടാതെ ഞാൻ അവനെ വചനമായിരിക്കെ അവൻ വന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇപ്പോൾ പാട്ടിന്റെ ഉപകരണം ആരെങ്കിലും ഉപയോഗിക്കുന്നവരുടെ ഉണ്ടോ? അവൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് വളരെ പതിയായി വിശ്വസിക്കുക മാത്രം എന്ന പാട്ട് പാടുക. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥനയുടെ അവസ്ഥയിലായിരിക്കുക. നിങ്ങളോട് പറയാതെ നിങ്ങൾക്ക് തലകളെ വണങ്ങേണ്ടതായ ആവശ്യമില്ല.
It'll be the truth. ഇപ്പോൾ പ്രാർത്ഥനയുടെ നിരയിൽ നിൽക്കുന്നവരായി നിങ്ങളെ അവൻ ശാസിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അത് സത്യമായിരിക്കും. If it is, you must be willing to stand it. അതങ്ങനെയാണെങ്കിൽ നിങ്ങളത് നേരിടാനായി തയ്യാറായിരിക്കണം. In the audience anywhere, if he says, you must know it's not me, it's him. ശ്രോതാക്കളുടെ ഇടയിലും എവിടെ തന്നെയായിരുന്നാലും അവൻ പറയുമ്പോൾ അത് ഞാനല്ല, എന്നാൽ അവനാണ് എന്നറിഞ്ഞിരിക്കണം. So make it right. എന്നിട്ട് നിങ്ങൾ പോയി ശരിയാക്കിക്കൊള്ളുക. First thing you can do, before you can find the cure, you've got to find the cause before you can find the cure. രോഗശാന്തി കിട്ടുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് പോയി കണ്ടുപിടിക്കുകയാണ്. You go to a doctor, sticking up set, he gives you an aspirin, he's not a good doctor. He's trying to get rid of you. നിങ്ങളൊരു ഡോക്ടറിന്റെ അടുക്കൽ രോഗിയായിട്ടും തളർന്നു ചെല്ലുകയും അദ്ദേഹം നിങ്ങൾക്ക് ഒരു ആസ്പിരിൻ ഗുളിക തരികയും ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല ഡോക്ടർ അല്ല. അയാൾ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു നല്ല ഡോക്ടർ ആണെങ്കിൽ അവൻ നിങ്ങൾക്കുള്ള കുഴപ്പം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ രോഗനിർണയം നടത്തിയിട്ട് പിന്നെ അവിടെ നിന്നും ചികിത്സ തുടങ്ങും. അതേ കാര്യം തന്നെയാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഒരു ദുഷ്ടാത്മാവോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുദപിക്കാത്തതായ പാപങ്ങളോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനല്ലാത്തതായ എന്തെങ്കിലും ആകാം. നിങ്ങൾക്ക് അവരെ രാത്രി മുഴുവൻ അഭിഷേകം ചെയ്യുകയും കരയുകയും നിലവിളിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം. ആ പിശാച് അവിടെ തന്നെ നിൽക്കും. അത് ശരിയാണ്, അവൻ അതിനൊരു അവകാശമുണ്ട്. God has put a curse on somebody for something, then you come along and take it off, you get in trouble like Moses did. എന്നാൽ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം. ദൈവം ആരെയോ എന്തിനോ വേണ്ടി ശപിക്കുകയും നിങ്ങൾ വന്നത് എടുക്കുകയും ചെയ്തിട്ട് നിങ്ങൾ മോശയെ പോലെ കുഴപ്പത്തിലാകുകയും ചെയ്യുന്നു. അത് ശരിയാണ്. പരിശുദ്ധാത്മാവ് ഇവിടെയായിരിക്കുന്നു. ഇപ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇവിടെയുള്ള ഓരോ വ്യക്തിയെയും ദൈവത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി എന്റെ ആധീനതയിൽ എടുക്കുന്നു. ഇപ്പോൾ സഹോദരി, ഞാൻ ഒരു നിമിഷം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തീർച്ചയായും ബോധമുണ്ടല്ലോ. നോക്കൂ, അതിപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് സത്യമാണെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുന്നതിൽ കൂടെ ജനങ്ങൾ കാണാനിടയാകട്ടെ. അത് ശരിയാണ്. ഇതാകുന്നു അത് അവന്റെ സാന്നിധ്യമാകുന്നു. ശരി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അപരിചിതനാകുന്നു, കൂടാതെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ സംസാരിച്ചിരുന്നതായി യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനാണെങ്കിൽ ഞാൻ അവനെ ജനങ്ങൾക്ക് സത്യമായിട്ടും സാക്ഷീകരിക്കുകയും ഇത് സത്യമാണെന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ അവൻ അനന്യനാണെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് വെളിപ്പെടുത്തി തരികയും അത് നിങ്ങളെ അവനെ വിശ്വസിക്കുന്നതിനായി സഹായിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് എനിക്കറിയില്ല, എന്നാൽ അവൻ അറിയുന്നു. ഇപ്പോൾ ദൈവം അത് അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രോഗശാന്തിയെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എന്തു തന്നെയായാലും, പണമോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ആയിക്കൊണ്ട് അവനോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എന്ത് തന്നെയായാലും സ്വീകരിക്കുമോ? അല്ലെങ്കിൽ കുടുംബപരമായ കുഴപ്പങ്ങളോ എന്തു തന്നെയായാലും അത് അവൻ അറിയുന്നു, കൂടാതെ അത് എന്നെ അറിയിക്കാൻ അവൻ കഴിവുള്ളവനാണ്. അത് ശരിയല്ലേ? അങ്ങനെ അതവനെ കിണറ്റുകരയിലെ സ്ത്രീയോട് സംസാരിച്ചവനെ പോലെ തന്നെ ആക്കി തീർക്കും. അവൻ ചെയ്തിരുന്നത് പോലെ നിങ്ങളുടെ ആത്മാവുമായി സമ്പർക്കത്തിലാകാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നിൽ നിന്ന് മാറുന്നതായി ഞാൻ കാണുന്നു. ഏതോ തരത്തിൽപ്പെട്ട ഒരു വലിയ ആഘാതം നിങ്ങൾക്കുണ്ടായിട്ടുള്ളതായി ഞാൻ കാണുന്നു. അതൊരു അപകടമായിരുന്നു. അതൊരു കാർ അപകടമായിരുന്നു. നിങ്ങൾ അതിൽ നിന്നും ഇതുപോലെ വായുവിലേക്ക് എടുത്തെറിയപ്പെട്ടിരുന്നു. അത് നിങ്ങളുടെ കഴുത്തിൽ എവിടെയായിട്ട് തളർച്ചയുണ്ടാക്കുകയും
പിന്നീട് അതൊരു ക്യാൻസറായിട്ട് നിങ്ങളുടെ കഴുത്തിലായിരിക്കുകയും ചെയ്യുന്നു. ഓ, നിങ്ങൾ തിരുവെഴുത്തിൽ ഏതോ രീതിയിലുള്ള ഒരു അധ്യാപിക കൂടിയാകുന്നു. യേശുക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Father God, in the name of thy Son, Jesus Christ, on the authority of God's word by a dying woman, I ask this evil thing to leave her. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും ദൈവത്തിന്റെ വചനത്തിന്റെ അധികാരത്തിലുമായിട്ട് ഈ മരിച്ചുകൊണ്ടിരിക്കുന്നതായ സ്ത്രീയിൽ നിന്നും ഈ ദുഷ്ടന്റെ പ്രവൃത്തി വിട്ടുപോകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Satan, you are exposed. So come out of the woman as the church of the living God calls for you to believe in the name of Jesus Christ. Amen. സാത്താനെ, നിന്നെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ സ്ത്രീയിൽ നിന്നും ഇറങ്ങി വരികയും ജീവനുള്ള ദൈവത്തിന്റെ സഭ അവിടെ വിട്ടുപോകാനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഒരു നിമിഷം നിൽക്കൂ സഹോദരി, ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം അത് പോയി കഴിഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ തൊണ്ട ഏറിക്കിടക്കുന്നത് വഴങ്ങിയിരിക്കുന്നില്ലേ? അതെല്ലാം അവരിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. ആ തൊണ്ട വീക്കം അവരെ വിട്ടുപോയിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നന്ദിയോടും സന്തോഷത്തോടും ആനന്ദിച്ചും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. ഇപ്പോൾ കർത്താവായ യേശുവിൽ മാത്രം വിശ്വസിക്കുക. നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുവിനെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വിചാരത്തിന്റെ കേന്ദ്രമാക്കുക. അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഏക മനസ്സോടെയുള്ളവരായിരുന്നു. ഓർക്കുക, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ ഇന്നും അനന്യനാകുന്നു. ഇപ്പോൾ വിശ്വസിക്കുക. ശ്രോതാക്കളായ നിങ്ങൾ ഈ രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊള്ളുക. കൂടാതെ നിങ്ങളുടെ മാറ്റമില്ലാത്ത ശ്രദ്ധ എനിക്ക് തരിക. പ്രാർത്ഥനയിലായിരിക്കുക. ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുക. ഈ മകളെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സുഖമില്ലാതിരുന്നത് ഇവർ തന്നെയായിരുന്നുവോ? ഇവിടെ അടുത്ത് വരിക സഹോദരി. തീർച്ചയായും അത് നിങ്ങൾക്ക് ഹാനികരമാകുകയില്ല. അത് അവന്റെ സാന്നിധ്യമാണ്. നോക്കുക, നിങ്ങൾ അതിൽ ബോധമുള്ളവരാണ്. ഞാൻ ശ്രോതാക്കളായ നിങ്ങളുടെ സഹോദരനാണ്. ഇത് മനഃശാസ്ത്രമല്ല. അപ്രകാരം ഒന്ന് ശ്രോതാക്കളുടെ ഇടയിൽ നിന്നും വരുന്നതായി ഞാൻ അനുഭവപ്പെട്ടു. ഇതാകുന്നില്ല. ഇത് സർവശക്തനായ ദൈവമാണ്. ഇത് മനഃശാസ്ത്രമല്ല. ഇതല്ല. ഇപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഒരേ മനസ്സോടുകൂടി കർത്താവായ യേശുവിനെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ സഹോദരി, ഒരു നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നാം അപരിചിതരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു നമ്മെ രണ്ടുപേരെയും അറിയുന്നു. ഈ ഭൂമിയിൽ നാം ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. എന്നാൽ അവൻ നിങ്ങളെ അറിയുകയും നിങ്ങളുടെ ജീവനെ പരിപാലിച്ചിരിക്കുകയും ചെയ്യുന്നു. അവൻ എന്നെയും അറിയുന്നു. അങ്ങനെ നിങ്ങളുടെ സഹോദരനായ ഞാൻ അവന്റെ കൃപയാലും ഒരു ദൈവിക ദാനത്താലും അത് വരുന്നതിൽ എനിക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ ജനിച്ചപ്പോൾ ഒരു ബാലനായിരിക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ കഴിയുന്ന കാര്യം ഒരു ദർശനമായിരുന്നു. ഒരു നിമിഷം നിങ്ങൾ ഈ രീതിയിൽ നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും നിങ്ങളൊരു രോഗിയാണ്.
You're suffering with a condition it's a dark spirit around you. It's death. നിങ്ങൾ കഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ ചുറ്റുമായിട്ട് ഒരു ഇരുണ്ട ആത്മാവാണ്, അത് മരണമാണ്. It's in a form of cancer. അത് ക്യാൻസറിന്റെ രൂപത്തിലാണ്. And the cancer is located on the breast. ഈ ക്യാൻസർ നിങ്ങളുടെ സ്ഥലങ്ങളിലാണ്. And you're seen to examined by someone strong. കൂടാതെ നിങ്ങളെ ആരോ ശരിയായിട്ട് പരിശോധന നടത്തിയിരിക്കുന്നു. You got a ruptured condition. അതൊരു പിളർന്ന അവസ്ഥയിലാണ്. And the rupture is in the bowel. അത് നിങ്ങളുടെ കുടലിലാണ്. And you have a stomach trouble also. നിങ്ങൾക്ക് വയറ്റിലും കുഴപ്പമുണ്ട്. A severe heart trouble that causes you pain. ഒരു കഠിനമായ ഹൃദയരോഗം നിങ്ങളെ ബോധം കെടുത്തി കളഞ്ഞിരുന്നു. Here a few days ago, you're sitting sideways on the side of the bed and nearly passed out looking towards your window. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കട്ടിലിന്റെ ഒരു വശത്തായിട്ട് വാതിലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. കൂടാതെ അപ്പോൾ നിങ്ങൾ മിക്കവാറും കഴിഞ്ഞു പോയിരുന്നു. Are those things the truth? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ? That was true. All true. അതെല്ലാം സത്യമാണ്. Whatever it was a strong sermon. അതെന്ത് തന്നെയായിരുന്നാലും തീർച്ചയായും അതെന്നിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. But what do you think that was that knows your life? നിങ്ങളുടെ ജീവിതത്തെ പറ്റി അറിയാമായിരുന്നു അതെന്തായിരുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. Was it Jesus Christ? അത് യേശു ക്രിസ്തുവാണോ? Accepted to be that? അതിനെ അപ്രകാരം നിങ്ങൾ സ്വീകരിക്കുമോ? Thank you. നന്ദിയുണ്ട്. You're willing, you know that something supernatural is here. അമാനുഷികമായ എന്തോ ഒന്ന് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. And if you believe it to be the Lord Jesus, as I have preached it out of the Word. അത് കർത്താവ് യേശുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തിരുവെഴുത്തിൽ നിന്നും അത് ഞാൻ പ്രസംഗിച്ചിരുന്നു. And you believe it to be the Lord Jesus. അത് യേശു ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? I know there's a dark spirit still hanging at you yet. It's something very serious. ഒരു ഇരുണ്ട ആത്മാവുള്ളതായി ഞാൻ അറിയുന്നു. അതിപ്പോൾ നിങ്ങളുടെ മേൽ തന്നെയായിരിക്കുന്നു. അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. Say, I see you. Your name is Eva. ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നു. നിങ്ങളുടെ പേര് ഈവ എന്നാകുന്നു. And your last name is York. നിങ്ങളുടെ അവസാനത്തെ പേര് യോർക്ക് എന്നാകുന്നു. And you live in this city. നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ താമസിക്കുന്നു. And your house number is 613 6th Street. നിങ്ങളുടെ വീടിന്റെ നമ്പർ 613 6ാമത്തെ സ്ട്രീറ്റ് ആകുന്നു. Is that right? അത് ശരിയല്ലേ? You're going home to do well. നിങ്ങൾ സുഖപ്പെട്ട് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൾ പോയിട്ട് സുഖപ്പെടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ വിശ്വസിച്ചുകൊണ്ട് സന്തോഷിച്ചും ആനന്ദിച്ചും കൊണ്ട് പോയിക്കൊള്ളുക. വിശ്വസിക്ക മാത്രം, സംശയിക്കരുത്. Scripture has said, "Go you and sin no more, unless the worst thing come upon you." അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത് എന്ന് തിരുവെടുത്ത് പറയുന്നു. Sin is unbelief. പാപം അവിശ്വാസമാണ്. Sin is not drinking, smoking, gambling. That's attributes of sin. പാപം പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചൂതുകളിക്കുകയോ അല്ല, അത് പാപത്തിന്റെ ലക്ഷണങ്ങളാണ്. You do that because you believe not. നിങ്ങളത് ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. Jesus said, "Go and sin, or disbelieve no more, or worse things will come upon you." യേശു പറഞ്ഞു, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം അല്ലെങ്കിൽ അവിശ്വാസം ഇനിയും ഉണ്ടാകരുത്. Have faith in God. ദൈവത്തിൽ വിശ്വസിക്കുക. With all your heart. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ വിശ്വസിക്കുക. I see the light following that woman yet. Just that church just left. ആ പ്രകാശം ആ സ്ത്രീയെ ഇപ്പോഴും പിന്തുടരുന്നത് ഞാൻ കാണുന്നു. അതിപ്പോൾ അവളെ വിട്ടുപോയിരിക്കുന്നു. It's hanging by a colored person there. അത് അവിടെ ആയിരിക്കുന്ന ഒരു കറുത്ത വ്യക്തിയുടെ മേലായി തൂങ്ങിക്കിടക്കുന്നു. The lady there with that gallbladder and rupture. അതെ, ആ മഹിളയാകുന്നു. അവൾക്ക് മൂത്രാശയത്തിന്റെ വ്രണവും പിളർപ്പുമായിരിക്കുന്നു. You believe the Lord Jesus makes you well, lady? Sitting there that white thing around your neck? കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ മഹിളയുടെ കഴുത്തിന് ചുറ്റുമായി വെളുത്തതായി എന്തോ ഒന്ന് ചുറ്റിയിരിക്കുന്നു. You believe it with all your heart, and raise up and claim your healing and be made well in the name of the Lord Jesus. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ രോഗശാന്തി അവകാശപ്പെട്ടിട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സുഖപ്പെട്ടു പോകുക. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Have faith in God. ദൈവത്തിൽ വിശ്വസിക്കുക. Does thou believe? നീ ഇപ്പോൾ വിശ്വസിക്കുന്നുവോ? You have
a rupture, don't you, sir, sitting out there? Isn't that right? നിങ്ങൾക്കൊരു ഉടവുണ്ട്, അങ്ങനെ തന്നെയല്ലേ സാറേ? അത് ശരിയല്ലേ? You're sitting there praying, Lord, have that man speak to me. കർത്താവെ, ആ മനുഷ്യൻ എന്നോട് സംസാരിക്കാൻ ഇടയാക്കണമെന്ന് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. Is that right? That's right, raise up your hand. അത് ശരിയല്ലേ? അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. Stand up on your feet. Your faith has healed you, brother. Go home. Jesus Christ makes you well. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. വീട്ടിലേക്ക് പോയിക്കൊള്ളുക. യേശു ക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്തുന്നു. The same Lord Jesus. അതേ കർത്താവായ യേശു തന്നെ. You need to be up here. You need to have faith. നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടായിരിക്കുന്നു. Just believe God with all your heart, and you shall have what you ask for. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. Jesus Christ will bring it to you if you will only believe. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ യേശു ക്രിസ്തു അത് നിങ്ങൾക്ക് അനുവദിച്ചു തരും. But you must have faith. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. Must believe Him with all your heart, and God will bring it to pass. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അവനെ വിശ്വസിച്ചിരിക്കണം. അപ്പോൾ ദൈവം അത് നിങ്ങൾക്ക് സാധ്യമാക്കി തരും. The patient, excuse me, sir. ഇതൊരു രോഗിയാണ്, എന്നോട് ക്ഷമിക്കണം സാറേ. You believe with all your heart? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? You do. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Now you're just a bit excited because of the presence of His being standing there. ഇപ്പോൾ അവന്റെ സാന്നിധ്യം ഇവിടെ നിൽക്കുന്നതിനാൽ ഞാനൊരു സ്വല്പം ഉത്തേജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. And I believe you're from out of town. നിങ്ങൾ ഈ നഗരത്തിന് വെളിയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. You come from the capital town, Richmond, yes, Virginia. നിങ്ങളും അമേരിക്കൻ കോൺഗ്രസ് മന്ദിരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് റിച്ച്മണ്ട് വെർജീനിയാകുന്നു. You have a cancer. It's in your inside of your mouth and your jaw. നിങ്ങൾക്ക് ക്യാൻസർ ആണ്. അത് നിങ്ങളുടെ വായ്ക്കുള്ളിൽ താടിയെല്ലിലാണ്. Is that right? അത് ശരിയല്ലേ? And the woman be well? നിങ്ങൾ സുഖപ്പെട്ട് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. Accept Jesus as your healer. യേശുവിനെ നിന്റെ രോഗശാന്തിക്കാരനായി സ്വീകരിക്കുക. And in the name of Jesus Christ, may I please the man. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് ഈ മനുഷ്യനെ വിട്ടിട്ട് അവനിൽ നിന്നും പോകാൻ ഇടയാക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സാറേ. വിശ്വസിച്ചുകൊണ്ട് പോയിക്കൊള്ളുക. എന്താണ് നിങ്ങൾ പറയുന്നത്? I know now that seeing him, you are becoming a young-looking person, much younger than what you are in my presence. നിങ്ങൾ കാഴ്ചയ്ക്ക് ഒരു ചെറുപ്പക്കാരിയായി തീരുകയും അത് നിങ്ങൾ എന്റെ സന്നിധിയിൽ നിൽക്കുന്നതിലും വളരെയധികം ചെറുപ്പമേറിയതായിട്ട് ഞാൻ അറിയുന്നു. You are suffering with some sort of a headache, ഏതോ രീതിയിലുള്ള ഒരു തലവേദനയാൽ നിങ്ങൾ കഷ്ടപ്പെടുന്നു. and it's come many years ago, about 25 years ago, your headache started. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ തലവേദന തുടങ്ങി. And it's been bothering you ever since. അന്ന് തൊട്ട് അത് നിങ്ങളെ ശല്യപ്പെടുത്തുന്നു. You're a great believer. നിങ്ങളൊരു വലിയ വിശ്വാസിയായിരുന്നു. You have prayed for this hour that's standing here now. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നതായി ഈ അവസരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. You said in prayer to God that if you could only get through me, that if I would pray that your headaches would cease. നിങ്ങൾക്ക് എന്റെ അടുക്കൽ എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണെങ്കിൽ നിങ്ങളുടെ തലവേദന നിൽക്കും എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. So things true? ഈ കാര്യങ്ങളെല്ലാം സത്യമാണോ? That is true. അത് സത്യമാകുന്നു. You heard that said that that wasn't me. That's just my voice. എന്താണിത് പറഞ്ഞതെന്ന് നിങ്ങൾ ഇപ്പോൾ കേട്ടിരിക്കുന്നു. അത് ഞാനായിരുന്നില്ല, അതെന്റെ ശബ്ദം മാത്രമായിരുന്നു. അതെന്ത് തന്നെ ആയാലും കൂടാതെ ഓർക്കുക, ഒരു ചെറുപ്പക്കാരിയായി നിങ്ങളെ കണ്ടിരുന്നതും മറ്റുമായ കാര്യങ്ങളാണ്. അത് അവിടെ വെച്ച് പറഞ്ഞിരുന്ന പ്രകാരം തന്നെയല്ലേ? അതെ, അത് പറഞ്ഞിരുന്നത് പോലെ തന്നെയായിരുന്നു. ദൈവമാണത് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു? ദൈവമാണത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇപ്പോൾ ദൈവം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പാണ്. ഒരു നിമിഷം നിൽക്കുക, ഞാൻ വേറെ എന്തോ കാണുന്നു. ഒരു ചെറുപ്പക്കാരിയെ സ്ത്രീ നിങ്ങളുടെ അടുത്തായി നിൽക്കുന്നു. അത് മകളാണ്.
Yes, she was just fixing to go on a trip somewhere. You were going to see her, and she's from Indiana. അതെ, നിങ്ങൾ എവിടെയോ യാത്രയ്ക്കായി തയ്യാറാകുന്നു. നിങ്ങൾ അവളെ കാണാൻ പോവുകയായിരുന്നു. അവൾ ഇന്ത്യാനയിൽ നിന്നാണ്. റിച്ച്മണ്ട്, ഇന്ത്യാനയിലാണ് അവൾ താമസിക്കുന്നത്. അവളുടെ ഭർത്താവ് ഒരു ശുശ്രൂഷകനാണ്. അവൾ നിങ്ങൾക്കൊരു കത്തിടുകയും അതിൽ ഇങ്ങോട്ട് വരണ്ട എന്ന് എഴുതിയിരിക്കുകയും ചെയ്തിരുന്നു. കാരണം ഞാൻ അവിടേക്ക് വരികയാണ്. അത് ശരിയല്ലേ? നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് പോയി സുഖപ്പെട്ടുകൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി. ഇപ്പോൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഇപ്പോൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവരായ ഈ കറുത്ത നിരക്കാരായ ജനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവനെല്ലാം ഇപ്പോഴും സഹായിക്കാൻ തയ്യാറായും വിശ്വസിക്കാനും ആവശ്യക്കാരായ ജനങ്ങളെ സഹായിക്കാനും തയ്യാറാണ്. ഒരു നിമിഷം നിൽക്കൂ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു മൂലക്കായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അതിപ്പോൾ ഒരു കറുത്ത നിറക്കാരിയായ സ്ത്രീയുടെ മേലാണ്. അവർ ഈ രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ അവർ പ്രാർത്ഥിക്കുകയാണ്. അവർക്കൊരു വളർച്ചയുണ്ട്. അത് അവരുടെ തൊണ്ടയിലാണ്. അവരുടെ കൈകൾ ഉയർന്നിരിക്കുന്നു. നിങ്ങളുടെ രോഗശാന്തി നിങ്ങൾ സ്വീകരിക്കുമോ മഹിളെ? അവരുടെ നേരെ പിന്നിലായിരിക്കുന്ന മഹിളയ്ക്കും ഒരു വളർച്ചയുണ്ട്. അത് അവരുടെ തോളിലാണ്. അത് ശരിയല്ലേ മഹിളെ? രണ്ടുപേരും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. ആ വളർച്ചയോട് കൂടിയ ഈ രണ്ട് കറുത്ത നിറക്കാരികളായ സ്ത്രീകളും എഴുന്നേറ്റ് നിൽക്കുക. യേശു ക്രിസ്തു നിങ്ങളെ രണ്ടുപേരെയും സുഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് വീട്ടിലേക്ക് പോയി ദൈവത്തിന്റെ മഹിമയ്ക്കായിട്ട് സുഖപ്പെട്ടുകൊള്ളുക. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് പോയി കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുക. അവിശ്വസിക്കരുത്. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സകലവും സാധ്യമാണ് എന്ന് വിശ്വസിക്കുക. ആമേൻ. എത്ര വലിയ വിശ്വാസത്തിന്റെ ബാങ്ക് ഈ കെട്ടിടത്തിലായിരിക്കുന്നു. അത് വാസ്തവത്തിൽ ഈ കെട്ടിടത്തിൽ ജീവനീയമാകുന്നു. നിങ്ങൾ തീർച്ചയായും ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിലായിരിക്കുന്നു. എന്തും സംഭവിക്കാനിടയുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് മകളെ? എന്നെ നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ഒരു പ്രവാചകൻ എന്ന് വെച്ചാൽ പ്രാസംഗികൻ എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. എന്നെ നിങ്ങൾ ശത്രുവിന്റെ പക്കൽ നിന്നാണെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നെ നിങ്ങൾ ദൈവത്തിൽ നിന്നുമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആ രീതിയിലാണല്ലോ നിങ്ങളിത് സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. കാരണം അവൻ എന്നോട് പറഞ്ഞിരുന്നു, അതായത് ജനങ്ങളെ നിന്റെ മേൽ വിശ്വസിപ്പിക്കാൻ കഴിയുകയും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ യാതൊന്നിനും നിൽക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഇപ്പോൾ ഞാനല്ല സഹായിക്കുന്നത്, ഇത് ദൈവമാണ് രോഗശാന്തി ചെയ്യുന്നത്. അവർ എന്നെ വിശ്വസിക്കുകയില്ല എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞു.
പ്രവാചകനായ മോശയ്ക്ക് കൊടുത്തിരുന്നത് പോലെ 2 അടയാളങ്ങൾ നിനക്ക് നൽകപ്പെടുന്നതാണ്. അതിൽ ജനങ്ങൾ വിശ്വസിക്കും. And one of them was to reveal the secrets of the hearts of the people to them. അവയിൽ ഒന്ന് ജനങ്ങളുടെ ഹൃദയ രഹസ്യങ്ങളെ അവർക്ക് വെളിപ്പെടുത്തുന്നതാണ്. Now you're not here for yourself. ഇപ്പോൾ നിങ്ങൾ സ്വയമായിട്ടല്ല ഇവിടെ ആയിരിക്കുന്നത്. Although you're nervous and run down, but it's been caused by disease of this child. നിങ്ങൾ നാഡീക്ഷോഭത്താലും മറ്റും തളർന്നിരിക്കുന്നു. എന്നാൽ ഇത് ഈ കുട്ടിയുടെ രോഗമാണ് അതിന് കാരണമാക്കിയത്. This child here is suffering. It's been turned down to the doctors to die. It's leukemia. ഈ കുട്ടി രോഗത്താൽ കഷ്ടപ്പെടുന്നു. ഡോക്ടർമാരാൽ മരിക്കുന്നതിന് വേണ്ടി ഇതിനെ പിന്തള്ളിയിരിക്കുന്നു. ലുക്കീമിയ എന്ന രോഗമാണ് അതിനുള്ളത്. Isn't that right? അത് ശരിയല്ലേ? You brought the child from out of town. നിങ്ങൾ ഈ കുട്ടിയെ നഗരത്തിന് പുറത്തു നിന്നും കൊണ്ടുവന്നിരിക്കുന്നു. You travel coming from the west, coming east. You have come. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് യാത്ര ചെയ്ത് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. You come from a state that has mountains. It's Pennsylvania. മലകളുള്ളതായ ഒരു സംസ്ഥാനത്ത് നിന്ന് നിങ്ങൾ വന്നിരിക്കുന്നു. അത് പെൻസിൽവാനിയാണ്. And your city, I believe, is Chambersburg. നിങ്ങളുടെ നഗരം ചേംബേഴ്സ്ബർഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Isn't that right? അത് ശരിയാണോ? Bring the child to me. ആ കുട്ടിയെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. Little sister here, the Lord Jesus was here. He laid his hands upon you, and death would leave you, and you live. പ്രിയപ്പെട്ട സഹോദരി, യേശു ക്രിസ്തു ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ തന്റെ കൈകൾ നിന്റെ മേൽ വയ്ക്കുകയും മരണം നിന്നെ വിട്ടുപോകുകയും നീ ജീവിക്കുകയും ചെയ്യുമായിരുന്നു. And you believe that I am his servant? എന്നെ അവന്റെ ദാസനായിട്ട് നീ വിശ്വസിക്കുന്നുണ്ടോ? In this spirit, I lay my hands on this child and bless it, and ask that the healing leave the child, and that life comes to the child, and it will live and be well. എങ്കിൽ അവന്റെ സ്ഥാനത്ത് ഞാൻ എന്റെ ഈ കൈകൾ ഈ കുട്ടിയുടെ മേൽ വെച്ചിട്ട് ഇതിനെ അനുഗ്രഹിക്കുകയും ദുഷ്ടാത്മാവ് ഈ കുട്ടിയെ വിട്ടുപോകുകയും ജീവൻ ഈ കുട്ടിയിലേക്ക് വരികയും ഈ കുട്ടി ജീവിക്കാനും സുഖപ്പെടാനും ഇടയാക്കണമേ. Come out of the child, Satan. സാത്താനെ നീ ഈ കുട്ടിയിൽ നിന്ന് കടന്നു വരിക. By the authority of God's Bible with the divine gift ministered by an angel, I assure you to leave the child. I'm coming. ദൈവത്തിന്റെ വേദപുസ്തകത്തിന്റെ അധികാരത്താലും ഒരു ദൂതനാൽ ശുശ്രൂഷ ചെയ്യപ്പെടുന്ന ദൈവിക ദാനത്താലും ഈ കുട്ടിയെ വിട്ടുപോകുന്നതിനെ ഞാൻ അപേക്ഷിക്കുന്നു. ഈ കുട്ടിയിൽ നിന്ന് പുറത്തു വരിക. ആമേൻ. നിങ്ങളിപ്പോൾ സുഖപ്പെടാൻ പോവുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Turn around, wait for the audience. തിരിഞ്ഞിട്ട് ശ്രോതാക്കളെ കൈവീശി കാണിക്കുക. I bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. The little girl was familiar faith. Be well. ഈ കൊച്ചു പെൺകുട്ടി ഭയങ്കര വിശ്വാസത്തോടു കൂടിയാണ്. സുഖപ്പെട്ടുകൊള്ളുക. I bless you. When you go there, you have a life. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയെ, പോയിട്ട് എനിക്ക് കത്തെഴുതി അയക്കണം. You believe me as his prophet, as his servant. നിങ്ങൾ എന്നെ അവന്റെ പ്രവാചകനായിട്ടും ഒരു ദാസനായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? Do you believe that God is near in his spirit, and this which is now being done is of the Lord Jesus? ദൈവം ഇവിടെ അടുത്തായിട്ടുണ്ടെന്നും കൂടാതെ അവന്റെ ആത്മാവും കൂടാതെ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെല്ലാം കർത്താവായ യേശുവിനാലുമാണ് നടന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Not me. I'm a man. Yeah. ഞാനല്ല, ഞാനൊരു മനുഷ്യനാണ്. അതെ. God will let me know what's wrong with you as a vindication. I am his prophet standing here revealing the truth. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ഞാൻ അവന്റെ പ്രവാചകനായിട്ട് ഇവിടെ നിന്നുകൊണ്ട് സത്യമാണ് വെളിപ്പെടുത്തുന്നതെന്ന് ഒരു ന്യായീകരണത്തിനായി ദൈവം എന്നെ അനുവദിക്കുകയാണെങ്കിൽ He said to the woman, go get your husband. എങ്കിൽ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ തന്നെയാണ്. She said, I have none. എനിക്ക് ഭർത്താവില്ല എന്നവൾ പറഞ്ഞു. He said, you have 5. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു എന്നവൻ പറഞ്ഞു. He said, I see your prophet. See? നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ കാണുന്നു എന്നവൾ പറഞ്ഞു. I perceive that you're prophet. നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Now that same spirit that was on that Son of God, he promised to send it back in the form of the Holy Ghost that would be with us and dwell with us to the end of the world. ദൈവപുത്രന്റെ മേലുണ്ടായിരുന്ന അതേ ആത്മാവിനെ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ അവൻ തിരികെ അയക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും അത് നമ്മോടുകൂടെ ലോകാവസാനത്തോളം വസിക്കുകയും ചെയ്യും. You believe it? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? If you can know your troubles now, can you? നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് അവൻ അറിയാൻ കഴിയും. അവന് കഴിയില്ലേ? You got heart trouble. നിങ്ങൾക്ക് ഹൃദയരോഗമാണ്. Is that right? അത് ശരിയല്ലേ? Every person's heart trouble standing in feet. ഹൃദയരോഗത്തോടു കൂടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. You can feel right now, no matter what it is, or heart trouble. ഹൃദയരോഗത്തോടു കൂടിയവർ അതെന്ത് തന്നെയായാലും കാര്യമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സുഖപ്പെടാൻ കഴിയും. Lord God, thou knowest our strength and how people we are, and how we ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ശക്തിയെയും ഞങ്ങൾ എത്രമാത്രം ദുർബലരും ക്ഷീണിച്ചവരുമാണെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. but Lord, we know how strong you are. എന്നാൽ കർത്താവെ, അവിടുന്ന് എത്രയധികം ശക്തിയുള്ളവനാണെന്ന് ഞങ്ങൾ അറിയുന്നു. Heart trouble is something our
ഹൃദയരോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡോക്ടർമാർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാത്തതായി ഉണ്ടാകുന്നു. Lord, who made the heart? You did. എന്നാൽ കർത്താവെ, ആരാണ് ഹൃദയത്തെ ഉണ്ടാക്കിയത്? നീ തന്നെയാണല്ലോ. And now rebuke this demon power that's holding these people's heart trouble. ഈ ജനങ്ങളെ ഹൃദയരോഗം കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഈ സാത്താന്റെ ശക്തിയെ ഞാനിപ്പോൾ ശാസിക്കുന്നു. May it come out of every one of them in the name of Jesus Christ. Amen. അവരിൽ ഓരോരുത്തരിൽ നിന്നും അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വരാനിടയാക്കണമേ. ആമേൻ. God bless you, sister. I just want to say something to you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി. ഞാൻ നിങ്ങളോട് ചില കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. You feel different now than you felt in a long time, haven't you? വളരെ നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ലേ? I so that people know there's a real dark spirit you had stuff when you lay down. അതിനാൽ ശരിക്കും ഒരു അന്ധകാരത്തിന്റെ ആത്മാവുണ്ടെന്ന് ജനങ്ങൾക്ക് അറിയാനിടയാകും. നിങ്ങൾ വളരെ കഠിനമായി കഷ്ടപ്പെട്ടിരിക്കുകയും വിട്ടുകളയും ചെയ്തിരുന്നു. But now it's gone from you. You're healed. ഇപ്പോൾ അത് നിങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു. You are all right. നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. Have faith in God, please. Everyone with one accord have faith. എല്ലാവരും ഒരേ മനസ്സോടുകൂടി ദയവായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക. How do you do, sir? നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സാറേ? All right, us two strangers one to another, but the Lord Jesus knows us both. Is that right? നാം തമ്മിൽ അപരിചിതരാണ്, എന്നാൽ കർത്താവ് യേശു നമ്മെ രണ്ടുപേരെയും അറിയുന്നു. അത് ശരിയല്ലേ? God in heaven, who created the heavens and earth, welcome Jesus Christ, promised to return again in earth. And what He's done, we do also. സ്വർഗത്തിലെ ദൈവം, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനായ ദൈവം യേശു ക്രിസ്തുവിൽ വസിക്കുകയും വീണ്ടും തിരികെ നമ്മിലായിരിക്കുമെന്നും അവൻ ചെയ്ത കാര്യങ്ങൾ നാമും ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. You believe me to be His prophet? എന്നെ അവന്റെ പ്രവാചകനായിട്ട് നിങ്ങൾ സ്വീകരിക്കുമോ? Please not say that in the name of the Lord, so let me get the people to believe you. അത് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്നാൽ ജനങ്ങളെ നിന്നെ വിശ്വസിക്കാൻ ഇടയാക്കുക എന്ന് കർത്താവിന്റെ ദൂതൻ എന്നോട് പറഞ്ഞിരുന്നു. I believe His name will know the very secrets of the heart, and you'll have to believe it then. അവർ നിന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ നീ അവരുടെ ഹൃദയരഹസ്യങ്ങളെ അറിയുകയും അങ്ങനെ അവർക്കത് വിശ്വസിക്കേണ്ടതായും ഇടയാകുന്നു. You do believe it. എന്നാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. And besides believing that you do believe it, you are a minister of the gospel yourself. അതിനു പുറമെ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നതിന്റെ കാരണം എന്താണെന്നാൽ നിങ്ങൾ സ്വയം ഒരു സുവിശേഷ ശുശ്രൂഷകനായതിനാലാണ്. And you're here for a good cause. You're not sick. നിങ്ങൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾ രോഗിയല്ല. If you need and you want an old-fashioned revival, take your community. Where's the Lord? നിങ്ങളൊരാവശ്യക്കാരനാകുന്നു. നിങ്ങളൊരു പഴയ പരിഷ്കാരത്തോടുകൂടിയ ഉണർവിനാൽ നിങ്ങളുടെ സമുദായത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. Every one of us wants that. Let's all stand for an old-fashioned revival. നമുക്കെല്ലാവർക്കും അത് ആവശ്യമായിരിക്കുന്നു. ഒരു പഴയ പരിഷ്കാരത്തോടുകൂടിയ ഉണർവിനായിട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗത്തെയും ഭൂമിയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവമേ, ഈ കെട്ടിടത്തിനുള്ളിലുള്ള സകല സാത്താന്റെ ശക്തിയും തകരുകയും യേശു ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുവാൻ ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ദുർബലരാണ്, എന്നാൽ പരാജയപ്പെട്ടിട്ടില്ല. സാത്താനെ, നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജനങ്ങളിൽ നിന്ന് പുറത്തു കടന്നു വരാൻ നിന്നെ സത്യം ചെയ്യിക്കുന്നു. മുടന്തരായ നിങ്ങൾ നിങ്ങളുടെ വീൽ കസരകളിൽ നിന്ന് എഴുന്നേൽക്കുക. നിങ്ങൾ ഓരോരുത്തരും അവനെ സ്തുതിക്കുക.